ഗുഡ് മോർണിംഗ് എവരി വൺ. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്ന ആ ടോപ്പിക്കിൻ്റെ രണ്ടാമത് ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അപൂർവദാസ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് മൂന്ന് ഒരു ഹെഡിങ്ങുകളാണ്. ഒന്ന് കൺസെപ്റ്റ്സ്, പ്രിൻസിപ്പിൾസ്. ഇത് നമ്മൾ വലിയ വ്യത്യാസങ്ങൾ കൊടുക്കുന്നില്ല, നമ്മൾ ഒരുമിച്ചാണ് ചർച്ച ചെയ്യുന്നത്. കൺസെപ്റ്റ് ആൻഡ് പ്രിൻസിപ്പിൾസ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ. ഒരു തിയറട്ടിക്കൽ ആയിട്ടുള്ള ഭാഗം തന്നെയാണ് ഇതും വരുന്നത്. ഇവിടെ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും സ്റ്റേറ്റ്മെന്റ് തലത്തിലേക്ക് തന്നിട്ട് എന്താണ് ഇതിൽ താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ കൺസെപ്റ്റ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്ന തലത്തിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെങ്കിൽ ഏത് പോയിന്റ് ആണ് എന്ന തലത്തിലുള്ള ചോദ്യങ്ങളാണ് ഇവിടെ നമ്മൾ അധികവും പ്രതീക്ഷിക്കുന്നത്. പിന്നെ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വർഷങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഉള്ള കാര്യങ്ങൾ നമ്മൾ ടെസ്റ്റുകളിലൂടെയോ മറ്റു ക്ലാസ്സുകളിലൂടെയോ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ചർച്ചകൾ തുടങ്ങുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഡെമോക്രസി എന്ന് പറയുന്ന ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷനിലെ ആദ്യ ഭാഗമായിട്ടുള്ള ഡെമോക്രാറ്റിക് എന്ന് പറയുന്ന തലം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സംസാരിച്ചിരുന്നു. ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ ഡീസെൻട്രലൈസേഷനിലേക്ക് എത്താൻ പോവുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് നമ്മൾ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്ന രണ്ടാമത്തെ ഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇന്ന് എത്തിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഒരു മോഡേൺ ഒരു നേഷൻ സ്റ്റേറ്റ് തലങ്ങളിലേക്കുള്ള വിവിധ ഭരണരീതികൾ എടുക്കുന്ന സമയത്ത് ആധുനിക ഒരു ഭരണകൂടം എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ജനാധിപത്യ തലത്തിലുള്ള ഒരു ഭരണകൂടം എന്നത് മാത്രമല്ല, മോഡേൺ ടൈംസിൽ അധികാരങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? വികേന്ദ്രീകരിക്കുക, അധികാരങ്ങൾ വികേന്ദ്രീകരിക്കുക, ഡീസെൻട്രലൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു തലം കൂടി ആളുകളിലേക്ക് വളരെ നാച്ചുറൽ ആയിട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾക്ക് അല്ലെ, ഇപ്പം നമ്മൾ അധികാരം എന്ന് ആലോചിക്കുന്ന സമയത്ത് നമ്മൾ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദിയെ മാത്രമാണോ ആലോചിക്കുന്നത്? തീർച്ചയായിട്ടുമല്ല. ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള നമ്മളുടെ പിണറായി വിജയനെ ആലോചിക്കുന്നുണ്ടാകും, നമ്മൾ ഡിസ്ട്രിക്ട് കളക്ടർമാരെ ആലോചിക്കുന്നുണ്ടാകും, നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിനെ വരെ ആലോചിക്കുന്നുണ്ടാകും അല്ലെ? കാരണം എന്താണ്? ഇവരെല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അധികാരം കൈയാളുന്ന ആളുകളാണ്. അപ്പോൾ ഈ സെൻട്രൽ തലത്തിൽ മാത്രം അധികാരം ഒതുങ്ങി നിൽക്കാതെ അത് സംസ്ഥാന തലത്തിലേക്കും ജില്ലാ തലങ്ങളിലേക്കും പഞ്ചായത്ത് തലത്തിലേക്കും എല്ലാം വിഭജിച്ച് വികേന്ദ്രീകരിച്ച് കൊടുക്കുന്ന രീതിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡീസെൻട്രലൈസേഷൻ, വികേന്ദ്രീകരണം എന്ന് പറയുന്നത്. എന്താണ് വികേന്ദ്രീകരിക്കുന്നത്? അധികാരമാണ് അല്ലെ? അധികാരമാണ് എന്ത് ചെയ്യുന്നത്? വികേന്ദ്രീകരിക്കുന്നത്. അധികാരം വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, വെൻ പവർ കംസ് ദർ ഈസ് റെസ്പോൺസിബിലിറ്റി അല്ലെ? അലോങ് വിത്ത് ദാറ്റ് റെസ്പോൺസിബിലിറ്റി ഓൾസോ കംസ് എന്ന കാര്യം മറക്കരുത്. അപ്പൊ അധികാരവുമുണ്ട്, അതിനോടൊപ്പം തന്നെ കർത്തവ്യങ്ങളും എന്ത് ചെയ്യുന്നു? ഒപ്പം വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ കൂട്ടുകാർക്ക്? അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് പാർട്ടിസിപ്പേഷൻ. എന്താണ്? പാർട്ടിസിപ്പേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഗവേണൻസ് ബൈ ദ പീപ്പിൾ ഓഫ് ദ കൺട്രി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഡെമോക്രസിയുടെ ഒരു എസെൻസ്, ഡെമോക്രസി എന്ന് പറയുന്നത് പരിപൂർണമാകുന്നത് എപ്പോൾ മാത്രമാണ്? അവിടെ പാർട്ടിസിപ്പേഷൻ വരുമ്പോഴാണ്. കൺട്രോൾ ചെയ്യാൻ കഴിയണം. മനസ്സിലാവുന്നുണ്ടോ? ഗവേണൻസ് കൺട്രോൾ ചെയ്യാനും ഈ ഗവേണൻസിൽ, ഈ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ അവരുടെ പങ്കാളിത്തം, പാർട്ടിസിപ്പേഷൻ വരണം. ആരുടെ? ബൈ ദ പീപ്പിൾ, ജനങ്ങളുടെ. മനസ്സിലാവുണ്ടോ? ദിസ് ഈസ് ദ എസെൻസ് ഓഫ് ഡെമോക്രസി. അപ്പോൾ ഡെമോക്രസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തല്ല? ഒരു പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കൽ മാത്രമല്ല, ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കൽ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ പങ്കാളിത്തം അതിനുള്ളിലേക്ക് വരുമ്പോൾ മാത്രമാണ്, ജനങ്ങൾക്കതിൽ ഒരു സേ ഉണ്ടാകുമ്പോൾ മാത്രമാണ് എന്ത് നടക്കുന്നത്? ശരിയായ രീതിയിൽ എസെൻസ് ഓഫ് ഡെമോക്രസി എന്നത് നമ്മൾ തിരിച്ചറിയപ്പെടുന്നത്. ഡീസെൻട്രലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏത് രീതിയിലാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, നമുക്ക് പ്രൈം മിനിസ്റ്റർ ആൻഡ് ചീഫ് മിനിസ്റ്റർ എന്ന തലങ്ങൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ? അതിനും താഴത്തേക്ക് ജില്ലകളിലേക്ക്, ജില്ലകളിൽ നിന്നത് ബ്ലോക്കുകളിലേക്ക്, അവയിൽ നിന്നത് വില്ലേജുകളിലേക്ക് എത്തുന്ന ഒരു രീതിയെയാണ് നമ്മൾ ഡീസെൻട്രലൈസേഷൻ എന്നതുകൊണ്ട് പ്രാക്ടിക്കലി, മനസ്സിലാവുണ്ടോ? പ്രാക്ടിക്കലായിട്ട് ഇന്ന് നമ്മൾ ജസ്റ്റ് പ്രാക്ടിക്കലി എങ്ങനെയാണ് അധികാര വികേന്ദ്രീകരണം എന്ന് ചോദിച്ചാൽ ഇതാണ് എന്ത് ചെയ്യുന്നത്? അവിടെ നടക്കുന്നത്. ഓൾസോ ട്രൂ ഡെമോക്രസി മീൻസ് ട്രൂ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ. ജനങ്ങളുടെ പങ്കാളിത്തം, പ്രാദേശികമായിട്ടുള്ളൊരു സ്വയംഭരണം, ഇവയെല്ലാം ഉറപ്പിക്കപ്പെടുമ്പോൾ മാത്രമാണ് ശരിയായ രീതിയിലുള്ള ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്തെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? അപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള വികേന്ദ്രീകരണം അവിടെ ആവശ്യമാണ്, അധികാരത്തിന്റെ കൈമാറ്റം അവിടെ ആവശ്യമാണ്. ഇതെല്ലാം നടക്കുമ്പോൾ മാത്രമേ, അതായത് ഇപ്പൊ പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു പവർ ഉണ്ട് അല്ലെ? രാഷ്ട്രീയപരമായിട്ടുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള പവർ കൈയാളുന്ന ആളുകളുണ്ട് അല്ലെ? അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ, ഭരണപരമായിട്ടുള്ള തലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ? ഫൈനാൻഷ്യൽ തലത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇവയുടെ എല്ലാത്തിൻ്റെയും ഒരു കൈമാറ്റം നടക്കുമ്പോൾ മാത്രമാണ് എന്ത് നടക്കുന്നത്? ആ നടത്തിപ്പിനെയാണ് നമ്മൾ ഡീസെൻട്രലൈസേഷൻ എന്നുകൊണ്ട് എന്ത് ചെയ്യുന്നത്? ഉദ്ദേശിക്കുന്നത് എന്ന് കൂട്ടുകാർ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? സോ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്ന
ഒരു ഭാഗവും മനസ്സിലാക്കി. അപ്പോൾ ഡെമോക്രസി നമ്മൾ മനസ്സിലാക്കി, ഡീസെൻട്രലൈസേഷൻ മനസ്സിലാക്കി. ഒന്നിച്ച് ചേർത്ത് നമ്മൾ വായിക്കുമ്പോൾ എന്താണ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ? എന്താണ്? ഇറ്റ് ഈസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ആൻഡ് അതോറിറ്റി ടു ലോക്കൽ ഗവൺമെന്റ്സ്. ലോക്കൽ തലത്തിലുള്ള ഗവൺമെന്റുകളിലേക്ക് അവരുടെ പവർ ആൻഡ് അതോറിറ്റി എന്ത് ചെയ്യുകയാണ്? എത്തിക്കുകയാണ്. ensuring that decisions are made closer to the people they affect. അപ്പോൾ there are certain decisions that are being made. ചില തീരുമാനങ്ങൾ എടുക്കപ്പെടുന്നുണ്ട് അല്ലേ? ഡിസിഷൻസ് എന്ന് വെച്ചാൽ എന്താണ്? തീരുമാനങ്ങൾ എടുക്കപ്പെടുന്നു. അപ്പൊ തീരുമാനം എടുക്കപ്പെടുന്നു അല്ലെ? ഒരു തീരുമാനം അല്ലെ, ഇപ്പോൾ ഒരു റോഡ് പണിയാൻ തീരുമാനം എടുക്കുകയാണ്. ഇവിടെ മുതൽ A മുതൽ B വരെയുള്ള സ്ഥലത്ത് സ്ഥലം ഏറ്റെടുക്കുന്നു, റോഡിന് വീതി കൂട്ടുന്നു, റോഡ് പണിയുന്നു. ഈ തീരുമാനം എടുക്കുമ്പോൾ ഇതിന് ചുറ്റും വീടുകളിൽ താമസിക്കുന്ന, ഇവിടങ്ങളിൽ കൃഷിയിടങ്ങളുള്ള ആളുകൾ ഉണ്ടാകും അല്ലെ? അപ്പൊ A മുതൽ B വരെയുള്ള റോഡിന്റെ നിർമ്മാണം, ഈ തീരുമാനം എങ്ങനെ എടുക്കണം? എൻഷുറിംഗ് ദാറ്റ് ഡിസിഷൻസ് ആർ മെയ്ഡ് ക്ലോസർ ടു ദ പീപ്പിൾ ദേ അഫക്ട്. അപ്പോൾ ഈ റോഡ് നിർമ്മാണം ആരെയൊക്കെ അഫക്ട് ചെയ്യുന്നോ അവരുമായി അടുപ്പിച്ച് എന്ത് ചെയ്യണം? അവരുമായി ചേർന്ന് തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് ഉറപ്പുവരുത്തലാണ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്നതിനെ കുറിച്ച് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. 3 പ്രധാനപ്പെട്ട വാക്കുകൾ ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടുകാർ ആലോചിക്കണം. ഒന്ന് സബ്സിഡിയാരിറ്റി എന്ന് പറയും. സബ്സിഡിയാരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രിൻസിപ്പിൾ ആണ്, മനസ്സിലാവുണ്ടോ? ഇറ്റ്സ് എ പ്രിൻസിപ്പിൾ. സബ്സിഡിയാരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചുരുക്കിയ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു സെൻട്രൽ അതോറിറ്റിക്ക്, അതായത് നമ്മളുടെ ഇപ്പൊ കേന്ദ്രം എന്ന് വിചാരിക്കും, അത് ഏത് വേണമെങ്കിലും ആവാട്ടോ, ഇതിന്റെ താഴെ ആളുകൾ സബ്സിഡിയറി ആയിട്ട് ആളുകളുള്ള ഏതൊന്നും എന്താണ് സെൻട്രൽ അതോറിറ്റി നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ ഒരു സെൻട്രൽ അതോറിറ്റി ഉണ്ട് വിചാരിക്കും, A or B ഏതാച്ചാ സെൻട്രൽ അതോറിറ്റി ഉണ്ടെന്ന് വിചാരിക്കും. ഈ സെൻട്രൽ അതോറിറ്റിക്ക് ഒരു സബ്സിഡിയറി ഫംഗ്ഷൻ ഉണ്ട്. അതെന്താണ്? ഈ സെൻട്രൽ അതോറിറ്റി ഒരു ഫംഗ്ഷൻ ചെയ്യുകയാണെന്ന് വിചാരിക്കും, ഒരു പണി എടുക്കുകയാണ് ഈ സെൻട്രൽ അതോറിറ്റി. എന്ത് ഫംഗ്ഷൻസ് മാത്രം ഈ സെൻട്രൽ അതോറിറ്റി എടുത്താൽ മതി? സബ്സിഡിയറീസിന്, താഴെ തട്ടിലേക്ക് ഉള്ള ആളുകൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ മാത്രമേ സെൻട്രൽ അതോറിറ്റി ചെയ്താൽ മതി. ഇതാണ് വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സബ്സിഡിയാരിറ്റി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? The central authority should only perform those tasks which cannot be performed at a more local level. മനസ്സിലാവുന്നുണ്ടോ? താഴെ തട്ടിലേക്ക് കൊടുത്ത് ചെയ്യിപ്പിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ മാത്രം സെൻട്രൽ അതോറിറ്റി ചെയ്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ബാക്കി എല്ലാം എന്ത് ചെയ്യുക? താഴെത്തട്ടിലേക്ക് കൊടുക്കുക, സബ്സിഡിയറീസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു ഐഡിയയാണ് സബ്സിഡിയാരിറ്റി. ഇതാണ് ഡീസെൻട്രലൈസേഷന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. മറ്റൊന്നെന്താ? സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ. എന്താണ് സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ, ജനങ്ങളുടെ പങ്കാളിത്തം. മനസ്സിലാവുന്നുണ്ടോ? അത് അധികം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്ന് വിചാരിക്കുന്നു. അവർ പങ്കെടുക്കുന്ന സമയത്ത് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഡെമോക്രസിയുടെ ശരിയായ തലം എന്ത് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മൂന്നാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ലോക്കൽ ഓട്ടോണമി. എന്താണ് ലോക്കൽ ഓട്ടോണമി? എന്താണ് ലോക്കൽ ഓട്ടോണമി എന്ന് പറയുന്ന സമയത്ത്? ലോക്കൽ ഓട്ടോണമി എന്ന് വെച്ചാൽ പ്രാദേശികമായിട്ടുള്ള എന്ത് ആവശ്യമാണ് അവർക്ക്? ഓട്ടോണമി ആവശ്യമാണ്. പ്രാദേശികമായിട്ട് അവർക്ക് പ്രവർത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ആവശ്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? വല്ലാത്ത അധികാരം, അതായത് ഓട്ടോണമി എന്ന തലത്തിൽ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള അധികാരം മാത്രമല്ല, ഡിസിഷൻസ് എടുക്കാനുള്ള അധികാരം കൂടി അവർക്ക് വേണം, അത് നടപ്പിലാക്കാനുള്ള അധികാരം കൂടി അവർക്ക് വേണം. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? സോ ലോക്കൽ ഓട്ടോണമി എന്ന് പറയുന്നത് ഉറപ്പിക്കൽ കൂടിയാണ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷന്റെ എന്തെന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 കാര്യങ്ങളിൽ ഉറച്ചുകൊണ്ടാണ് എന്ത് മുന്നിലേക്ക് പോകേണ്ടത്? നമ്മളുടെ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ മുന്നിലേക്ക് പോകേണ്ടത്. ഇനി നോക്കൂ, വാട്ട് ആർ ഡീസെൻട്രലൈസേഷൻസ്, അല്ലെങ്കിൽ വാട്ട് കൈൻഡ്സ് ഓഫ് ഡീസെൻട്രലൈസേഷൻസ് ആർ ദർ? ഏതെല്ലാം തലത്തിലുള്ള വികേന്ദ്രീകരണങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്? എന്താ അതിൻ്റെ അർത്ഥം? വികേന്ദ്രീകരണം എന്ന് പറയുന്ന ഒരു വാക്ക് സിംപ്ലി ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്നൊരൊറ്റ വാചകം കൊണ്ടങ്ങ് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു വാക്കല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം ഡെമോക്രസി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു തലം മാത്രമുള്ള ഒരു കാര്യമാണോ? തീർച്ചയായിട്ടുമല്ല. ഡെമോക്രസി എന്ന് പറയുന്നതിന്, ജനാധിപത്യം നടപ്പിലാക്കുന്നതിന് പല തലങ്ങളുണ്ട് അല്ലെ? ഒരു തലം എന്ന് പറയുന്നത് ഏതാണ്? രാഷ്ട്രീയപരമായിട്ടുള്ള, പൊളിറ്റിക്കൽ ആയിട്ടുള്ള എന്താണ് ഒരു ഭാഗമുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുള്ള ഭരണപരമായിട്ടുള്ള ഒരു തലമുണ്ട് അല്ലെ? അപ്പൊ പൊളിറ്റിക്കൽ എന്ന് വെച്ചാൽ ഏത് വരും? രാഷ്ട്രീയ തലം അല്ലെ? അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയുന്ന തലത്തിൽ ഏത് വരും? ഭരണതലം അല്ലെ? ഫിസ്ക്കൽ എന്ന് പറയുന്ന സമയത്ത് ഏതാണ്? ധനപരം അല്ലെ? നോൺ ഗവൺമെന്റൽ എന്ന് വെച്ചാൽ എന്താണ്? ഗവൺമെന്റിന്റെ പുറമേ പ്രവർത്തിക്കുന്ന ഏജൻസികളും മറ്റുമൊക്കെ ഉണ്ടാവും അല്ലെ? NGOസും അങ്ങനത്തെ പല ആളുകളും ഉണ്ടാകും.
അവരാണ് ഇത് നോൺ ഗവൺമെന്റൽ എന്ന തരത്തിലേക്ക് എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ ഇവയെല്ലാം നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്? ഇവ ഓരോന്നിൻ്റെയും വികേന്ദ്രീകരണം കൃത്യമായി നടക്കുമ്പോൾ മാത്രമാണ് എന്ത് നമുക്ക് സാധ്യമാകുന്നത്? നമുക്ക് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ സാധ്യമാകുന്നത്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? അപ്പോൾ നോക്കൂ, ആദ്യം ഇപ്പോൾ നമ്മൾ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഡീസെൻട്രലൈസേഷൻ, രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു അധികാര അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള വികേന്ദ്രീകരണം എന്ന തലം നമ്മൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ജനങ്ങൾക്ക് നേരിട്ട് പ്രതിനിധികളെ എന്ത് ചെയ്യാൻ പറ്റണം? ജനങ്ങൾ ഒന്നില്ലെങ്കിൽ ജനങ്ങൾ നേരിട്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ വഴിക്ക് ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു സേ അവർക്ക് വേണം. എന്ത് വേണം? ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ. ഭരണം എന്ന് വെച്ച് പറയുന്ന സമയത്ത് എന്താണ്? രാഷ്ട്രീയപരമായിട്ടുള്ള എന്താണ് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കൂടി അവർക്ക് സാധിക്കണം. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? സോ അധികാരത്തിൽ അവർക്ക് എന്ത് വേണം? പങ്കാളിത്തം വേണം. അപ്പോൾ പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ എന്തിനു വേണ്ടിയിട്ടുള്ളതാണത്? അധികാരമാണ്, അല്ലെ? ഭരണം താഴെ വരാൻ പോകുന്നുണ്ട്. അപ്പൊ അധികാരത്തിലേക്ക് അവർക്ക് എന്ത് വേണം? അവർക്കൊരു സേ വേണം, അവരുടെ ഒരു കൈ അവിടെ വേണം. മനസ്സിലാവുന്നുണ്ടോ? ഇത് നേരിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ വഴിക്കായിരിക്കാം. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇനി എങ്ങനെയാണ് ഈ അധികാരം പ്രവർത്തിക്കുന്നത്? നിയമനിർമ്മാണങ്ങളിലൂടെ, അല്ലെ? അപ്പൊ നിയമനിർമ്മാണം നടത്തുകയാണ്. നിയമനിർമ്മാണ സഭകളുടെ, പാർലമെന്റിന്റെ ഒക്കെ ചുമതല എന്താണ്? നിയമനിർമ്മാണമാണ്. അവിടേക്കാണല്ലോ ജനങ്ങൾ നേരിട്ട് ഇവരെ തിരഞ്ഞെടുത്ത് അയക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അപ്പൊ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള വികേന്ദ്രീകരണം ഇത്തരം നിയമനിർമ്മാണങ്ങളിലൂടെയാണ് ഉറപ്പിക്കേണ്ടത്. ജനങ്ങളിലേക്ക് കൂടുതൽ അധികാരം എത്തുന്നുണ്ട് എന്നുള്ളത്. ആ നിയമങ്ങൾ നിർമ്മിക്കാനുള്ള ആളുകളെ ആര് തെരഞ്ഞെടുത്ത് അയക്കുന്നു? ജനങ്ങൾ തിരഞ്ഞെടുത്ത് അയക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ എങ്ങനെയാണ് അതിൽ ജനങ്ങളുടെ കൈ വരുന്നത് എന്നുള്ളത്? അപ്പൊ ഇതെന്ത് ചെയ്യുക? കൃത്യമായിട്ട് കൂട്ടുകാർ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ നിയമനിർമ്മാണങ്ങൾ എന്ത് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്? DPSPs എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് കൂട്ടുകാരെ? എന്തിനെ കുറിച്ചാണ് പറയുന്നത്? വെൽഫെയർ സ്റ്റേറ്റ്, അല്ലെ? എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? വെൽഫെയർ സ്റ്റേറ്റ്. എന്താണ് വെൽഫെയർ സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം എന്താണ്? ക്ഷേമരാഷ്ട്രം. അപ്പോ വെറുതെ അങ്ങ് വികസിക്കുക എന്നതല്ല, ജനങ്ങളുടെ വെൽഫെയർ ഉറപ്പിക്കേണ്ടതുണ്ട്, ബേസിക് കമ്മ്യൂണിറ്റീസ് ഉറപ്പിക്കേണ്ടതുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്ന, ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്ന ആശയം എന്ത് ചെയ്യേണ്ടത്? ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഈ രീതിയിലൊരു ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉറപ്പുവരുത്തണമെന്നുണ്ടെങ്കിൽ വികസന പ്രവർത്തനങ്ങളിൽ ആരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തണം? വികസനം എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തണം. അപ്പൊ വികസനം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് ഉറപ്പിക്കുമ്പോൾ മാത്രമാണ് ക്ഷേമരാഷ്ട്രം അഥവാ വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉറപ്പിക്കാൻ പറ്റുന്നത്. ഇത് ഉറപ്പിക്കുന്ന തലത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തുക എന്നത് ആരുടെ ഉത്തരവാദിത്തമാണ്? ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തമാണ്. അത് നടത്തുന്ന ആളുകളെയാണ് ജനങ്ങൾ എന്ത് ചെയ്യുന്നത്? തിരഞ്ഞെടുക്കാനുള്ള അധികാരം ജനങ്ങളിലേക്ക് ഉള്ളത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? രാഷ്ട്രീയ വികേന്ദ്രീകരണം ഇമ്പോർട്ടന്റ് ആണ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്? പറയുന്നത് എന്ന കാര്യം കൂട്ടുകാര് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ രാഷ്ട്രീയ വികേന്ദ്രീകരണം നടക്കുമ്പോൾ മാത്രമാണ് ഈ പറഞ്ഞ ഈ ഒരു സൈക്കിൾ എന്ത് ചെയ്യുന്നത്? കൃത്യമായിട്ട് ഓടുന്നത് എന്ന് കൂട്ടുകാര് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ പലപ്പോഴും ആലോചിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട തലം എന്ന് പറയുന്നത് ഏതാണ്? അഡ്മിനിസ്ട്രേറ്റീവ് തരത്തിലുള്ള ഡീസെൻട്രലൈസേഷൻ ആണ്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അതായത് ഇപ്പോ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് പറയുമ്പോൾ ഏതാണ്? ഭരണപരം, അല്ലെ? ഭരണ തലത്തിലാണ് നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ എന്താണ് ഈ ഒരു രീതി കാണാൻ പറ്റുന്നത്. ഇത് എന്താണ് നടക്കുന്നത്? ഒരു അഡ്മിനിസ്ട്രേഷൻ, ഒരു ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ അതിൽ കുറെ ആളുകളുണ്ട്, അല്ലെ? അതിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്, ആ ഉദ്യോഗസ്ഥരുണ്ടാക്കുന്ന പ്ലാനുകളുണ്ട്, അവരുടെ ചുമതലകളുണ്ട്, ഇവ നടപ്പിലാക്കാൻ വേണ്ട ഫണ്ട്, അല്ലെ? ഇവയെല്ലാം ഉണ്ട്. ഇവയൊക്കെ എന്ത് ചെയ്യണം? ഒരു സ്ഥലത്ത് ടോപ്പിൽ മാത്രം നിൽക്കാണ്ട് അവയെല്ലാം എന്ത് ചെയ്യണം? താഴെ തട്ടുകളിലേക്ക് എത്തണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ പണം മാത്രം എത്തിയാൽ മതിയോ? പോരാ, ചുമതലകളും താഴത്തേക്ക് കൊടുക്കണം, അല്ലെ? ഉദ്യോഗസ്ഥർക്കും താഴെയുള്ളവർക്ക് എന്ത് ചെയ്യണം? അധികാരം കൊടുക്കണം. ഇതാണ് ഭരണപരമായിട്ടുള്ള എന്തെന്ന് പറയുന്നത്? അധികാര വികേന്ദ്രീകരണം, ഭരണപരമായിട്ടുള്ള വികേന്ദ്രീകരണം എന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? സോ താഴെ തട്ടിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? തീരുമാനമെടുക്കാനുള്ള, ഭരണ സംവിധാനത്തിൽ ഭാഗവാക്കാകാനുള്ള എന്ത് കൊടുക്കേണ്ടതുണ്ട്? ഒരവസരം കൊടുക്കേണ്ടതുണ്ട് എന്നതാണ് ചെയ്യുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് തരത്തിലുള്ള ഭരണപരമായിട്ടുള്ള ഈ ഒരു ഡീസെൻട്രലൈസേഷനെ 3 തരത്തിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ കാണാറുണ്ട്. ഡീകോൺസെൻട്രേഷൻ ഉണ്ട്, ഡെലിഗേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഡെവല്യൂഷനും ഉണ്ട്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ഇതിൽ ഡീകോൺസെൻട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് പരിമിതമായിട്ടുള്ള ഒരു ലിമിറ്റഡ് തലത്തിലുള്ള അധികാര വികേന്ദ്രീകരണമാണ്. മനസ്സിലാവുന്നുണ്ട്? ഒരു ലിമിറ്റഡ് തലത്തിലേ ഉള്ളൂ. ഇവിടെ എന്താ പറയുക? ഉത്തരവാദിത്തം എന്ന് പറയില്ലേ? റെസ്പോൺസിബിലിറ്റി എന്ന് നമ്മൾ പറയില്ലേ? റെസ്പോൺസിബിലിറ്റി
എന്ന് പറയുന്നത് സെൻട്രൽ അതോറിറ്റിക്ക് തന്നെയാണ്. സെൻട്രൽ അതോറിറ്റി എന്ത് ചെയ്യുകയാണ്, ചില കാര്യങ്ങൾ എന്ത് ചെയ്യുകയാണ്, ഒന്ന് വിഭജിച്ച് കൊടുക്കുകയാണ് താഴെത്തട്ടുള്ള ആളുകൾക്ക്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? അത് എന്താണ്, ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളതിനെ ഒന്ന് ഡീകോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു പരിമിതമായ രൂപത്തിലുള്ള, അതാണ് ലിമിറ്റഡ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്, ഒരു പരിമിതമായിട്ടുള്ള തലത്തിലുള്ള അധികാര വികേന്ദ്രീകരണമേ ഇവിടെ നടക്കുന്നുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അധികാര വികേന്ദ്രീകരണം അല്ല, ഭരണ വികേന്ദ്രീകരണമാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ നടക്കുന്നത്. ഇത് മിക്കവാറും എങ്ങനെയാണ്, ഒരു താൽക്കാലികമായിട്ടുള്ള രീതി എന്നും എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഇത് എന്നും തുടർന്നു പോകുന്ന സ്ഥിരമായ ഒരു നിയമനിർമ്മാണത്തിലുള്ള ഒരു തലമായിരിക്കില്ല ഡീകോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അപ്പോൾ അപ്പോഴും ആരായിരിക്കും, ഈ സെൻട്രൽ അതോറിറ്റി, കേന്ദ്ര തലം എവിടെയാണോ ആ സെൻട്രൽ അതോറിറ്റിയുടെ ഒരു ചുമതലയിലായിരിക്കും എന്ത് നടക്കുന്നത്, കാര്യങ്ങൾ നടക്കുന്നത്. തൽക്കാലത്തേക്ക് എന്ത് ചെയ്യുകയാണ്, ഒരു ലിമിറ്റഡ് തലത്തിലേക്ക് റെസ്പോൺസിബിലിറ്റികൾ ഒന്ന് കൈമാറുക എന്ന് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നടക്കുന്നുള്ളൂ എന്നും ചെയ്യുക കൂട്ടുകാര് മനസ്സിലാക്കുക. മനസ്സിലാവുന്നുണ്ടോ? സോ സെൻട്രൽ അതോറിറ്റിയിൽ നിന്ന് മാറിയിട്ട് താഴെ ഫീൽഡ് തലത്തിലേക്ക് എന്ത് ചെയ്യുകയാണ്, ചില കാര്യങ്ങൾ കൈമാറുന്നു എന്നതാണ് ഇവിടെ നടക്കുന്നത്. ഇനി ഡെലിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാലോ, നമ്മൾ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഡെലിഗേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്, ഒരാൾക്ക് പകരമായിട്ട് മറ്റൊരാൾക്ക് എന്ത് ചെയ്യുക, ആ ചെയ്യേണ്ട ചുമതല കൊടുക്കുക, അല്ലെ? അപ്പോൾ അത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കും, അല്ലെ? ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാൻ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മലയാളം എന്താ അറിയോ നിങ്ങൾക്ക്? നിയതമായ ചുമതലപ്പെടുത്തൽ എന്ന് പറയും. അതായത് ഒരു സെൻട്രൽ അതോറിറ്റി ഉണ്ട് എന്ന് വിചാരിക്കുക. മനസ്സിലാവുണ്ടോ? അത് ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു വ്യവസ്ഥയുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യുകയാണ്, അധികാരം താഴെയുള്ള ഇടങ്ങളിലേക്ക്, മനസ്സിലാവുന്നുണ്ടോ, എന്ത് ചെയ്യുകയാണ്, കൈമാറുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു രീതിയാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ നിയമനിർമ്മാണം നടത്തും, അല്ലെ? നിയമനിർമ്മാണം നടത്തുന്ന സമയത്ത് നമുക്കറിയാം ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ, അല്ലെ? ക്ഷമിക്കണം, ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ത് ചെയ്യും നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്താ, അവിടെയുള്ള ഒരാൾക്ക് ചിലപ്പോൾ അത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല. ഇപ്പൊ എം പിമാർക്ക് എല്ലാവർക്കും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വിഷയത്തിനെ സംബന്ധിച്ച് ഗാഢമായിട്ടുള്ള ജ്ഞാനം ഉണ്ടാകണമെന്നില്ല. അപ്പൊ എന്ത് ചെയ്യും, ഉദ്യോഗസ്ഥ തലത്തിലേക്ക് അതെന്ത് ചെയ്യും, ആ ഒരു നിയമത്തിന്റെ ടെക്നിക്കൽ സൈഡ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അങ്ങ് കൊടുക്കും. അപ്പൊ അതെന്താണ്, അത് ഡെലിഗേറ്റ് ചെയ്യുകയാണ് അപ്പുറത്തേക്ക്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഡെലിഗേഷൻ വർക്ക് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? മനസ്സിലാവുന്നുണ്ടോ? ഇത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കൂട്ടുകാരെ ആലോചിക്കുക. അപ്പൊ ഇതുപോലെ എന്ത് ചെയ്യുക, ചില കാര്യങ്ങൾ മുകൾ തട്ടിൽ നിന്ന് ചെയ്യാണ്ട് കുറച്ച് കാര്യങ്ങൾ എന്താണ് അപ്പുറത്തേക്ക് കൊടുക്കുന്നതിനെയാണ് ഇത് ചെയ്യുന്നത്, ഈ രീതിയിലുള്ള ഡെലിഗേഷൻ എന്ന വാക്കുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? അപ്പൊ ചിലത് എന്ത് ചെയ്യുകയാണ്, നിർബന്ധമായും ചിലത് ഇവർക്ക് ഇവിടെ പറ്റാത്ത കാരണം എന്ത് ചെയ്യും, അങ്ങോട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. മനസ്സിലാവുന്നുണ്ടോ? നിയതമായിട്ടുള്ള എന്ന് വെച്ചാൽ എന്താ അർത്ഥം, എന്താ, തീർച്ചയായിട്ടും, അല്ലെ? ഒരു ഉറപ്പുള്ള തലത്തിലുള്ള കാര്യങ്ങളെയാണ് നിയതമായിട്ടുള്ളത് എന്ന രീതിയിൽ പറയാറുള്ളത്. മനസ്സിലാവുന്ന കൂട്ടുകാർക്ക്? അപ്പൊ ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ നിയതമായിട്ടുള്ള ഒരു തീർച്ചയായിട്ടുള്ള സ്ഥിരമായ രീതിയിലേക്കുള്ള ഒരു കൈമാറ്റം നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, താഴെ തട്ടിലുള്ള ആളുകൾക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും. മനസ്സിലാവുന്ന കൂട്ടുകാർക്ക്? കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുകയാണ്, അവർക്ക് മുകളിൽ നിന്ന് എപ്പോഴും എന്താണ്, അവിടേക്ക് നേരത്തെ എന്താ പറയുക, ഡീകോൺസെൻട്രേഷനിൽ കണ്ട പോലെ എപ്പോഴും ചുമതല എന്ന് പറയുന്ന തലം സ്ട്രിക്ട്ലി മുകളിൽ എന്ന് പറയാൻ പറ്റില്ല. കുറച്ചുകൂടി സ്വാതന്ത്ര്യത്തോടു കൂടി എന്ത് ചെയ്യാൻ പറ്റും, തീരുമാനങ്ങൾ എടുക്കാനും സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ എന്ത് ചെയ്യും, കീഴുദ്യോഗസ്ഥർക്കും താഴെത്തട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനും സാധിക്കുന്നത് ഈ ഡെലിഗേഷനിലൂടെയാണ് സാധിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിയതമായ എന്ന് പറയുമ്പോൾ എന്താണ്, കുറച്ചുകൂടി തീർച്ച കൂടിയിട്ടുള്ള ഒരു രീതി. നിയതം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കുക. മനസ്സിലാവുന്ന കൂട്ടുകാർക്ക്? തുടർച്ചയായി, അല്ലെ, നിർബന്ധമായിട്ട് എന്ത് ചെയ്യുകയാണ്, കൊടുക്കുന്ന ഒരു രീതിയാണ് ഡെലിഗേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഡെവല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്, അത് കൃത്യമായിട്ടുള്ള ഒരു അധികാരത്തിന്റെ കൈമാറ്റം എന്ന് തന്നെ പറയാം. അധികാര കൈമാറ്റം എന്ന് തന്നെ ഡെവല്യൂഷനെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും. അതായത് ഒരു എന്താ പറയുക, വേണമെങ്കിൽ നിയമം കൊണ്ട് തന്നെ എന്ത് ചെയ്യുകയാണ്, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു റൈറ്റ് എന്ന തലത്തിൽ തന്നെ, ഒരു അവകാശം എന്ന തലത്തിൽ തന്നെ എന്ത് ചെയ്യുകയാണ്, ചട്ടങ്ങളിലൂടെ തന്നെ എന്ത് ചെയ്യുകയാണ്, അധികാരം കൈമാറുന്നതിനെയാണ് ഡെവല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുണ്ടോ? അതായത് ജസ്റ്റ് തൽക്കാലത്തേക്കുള്ള ഒരു ഡീകോൺസെൻട്രേഷൻ പോലെയോ ഒരു എന്താ പറയുക, ഒരു ഡെലിഗേഷൻ പോലെയോ അല്ല. ഡെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ അധികാരം കൃത്യമായി അങ്ങോട്ട് കൈമാറുന്ന അതേ സ്വഭാവമാണ് ഇരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമുക്കിപ്പോൾ പഞ്ചായത്തുകൾക്കൊക്കെ കൈമാറുന്നില്ല. എന്താണ് അത്, സെർട്ടൺ കാര്യങ്ങൾ ഇനി എന്താണ് സെൻട്രലോ സ്റ്റേറ്റോ ചെയ്യുന്നില്ല, അത് പഞ്ചായത്തുകൾക്ക് ആ അധികാരം കൈമാറുകയാണെങ്കിൽ. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഡെവല്യൂഷൻ എന്ന തലത്തിലേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത്, വരുന്നത്. സോ നിയമപരമായി തന്നെ എന്ത് ചെയ്യുന്നു, ഇത് കൈമാറുകയാണ്. നിയമപരമായി തന്നെ സ്ഥിരമായി തന്നെ എന്ത് ചെയ്യുകയാണ്, കൈമാറ്റം അങ്ങ് നടക്കുകയാണ്. സോ വളരെ വലിയ സ്വാതന്ത്ര്യം എന്ത് ചെയ്യുന്നു, ഉദ്യോഗസ്ഥർക്കും അല്ലെങ്കിൽ ഫണ്ട് തലങ്ങളിലും
ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന തലത്തിലൊക്കെ എന്ത് ചെയ്യുകയാണ്, അവർക്ക് വന്ന് ചേരുകയാണ്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അപ്പോൾ ഈ 3 അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുള്ള ഡീസെൻട്രലൈസേഷനിൽ കൂട്ടുകാർ മനസ്സിലാക്കി വെക്കേണ്ട 3 പ്രധാനപ്പെട്ട വാക്കുകൾ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അവിടേക്ക് വരാം. ഫിസ്ക്കൽ, ധനപരമായിട്ടുള്ള ഒരു അധികാര വികേന്ദ്രീകരണത്തിനെ കുറിച്ച് വരാം. അത് ബേസിക് ആയിട്ടുള്ള കാര്യം, നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്ന തിയറട്ടിക്കലായിട്ട് സാധാരണ കാര്യം തന്നെയാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി മുതൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് പതുക്കെ ഇങ്ങോട്ട് വരുന്തോറും അവർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഒരു ഫിസ്ക്കൽ ഇൻഡിപെൻഡൻസ് ഇല്ലാണ്ട് ഈ ഒരു എന്താ പറയുക പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ പ്രസംഗിച്ചിട്ട് കാര്യമില്ല എന്ന് അവർക്ക് പതുക്കെ മനസ്സിലാകുന്നുണ്ട്. കാരണം എന്താ, അവർക്ക് സ്വന്തമായി ടാക്സ് ചെയ്യാനും അവർക്ക് സ്വന്തമായിട്ട് ഫണ്ട് ഉണ്ടാക്കുന്നതിനുള്ള കഴിവില്ലാത്തിടത്തോളം കാലം ഇവരെന്തായിരിക്കും, പഞ്ചായത്തുകൾ മുകൾ തട്ടിലുള്ള ഏതാണോ അതോറിറ്റി, ആ അതോറിറ്റിയിൽ ഡിപ്പെൻഡന്റ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇവരെപ്പോഴും എന്താണ്, ഇവർക്ക് എന്തൊരു പ്ലാൻ ഇടുമ്പോഴും എന്താണ്, ഫണ്ട് ഇവിടുന്ന് വരുമോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? സോ ദേ ആർ ഓൾവേസ് ഡിപ്പെൻഡന്റ് ഓൺ ദ ഹയർ അതോറിറ്റീസ്. ഇതില്ലെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഫിസ്ക്കൽ ഇൻഡിപെൻഡൻസ് വേണം. മനസ്സിലാവുന്നുണ്ടോ? ഫിസ്ക്കലായിട്ട് ഇൻഡിപെൻഡന്റ് ആയി മാറണം ഇവരെ എന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ, പ്രോപ്പർ ഡീസെൻട്രലൈസേഷൻ, അധികാര വികേന്ദ്രീകരണം നടന്നു എന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതിന് ധനപരമായിട്ടുള്ള വികേന്ദ്രീകരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? സോ ഫ്രം സെൻട്രൽ അതോറിറ്റി, അല്ലെങ്കിൽ എന്താ പറയുക, സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക്, സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്ന് ലോക്കൽ അതോറിറ്റീസിലേക്കൊക്കെ എന്ത് നടക്കേണ്ടതുണ്ട്, ഈ ധനവിഭവങ്ങൾ കൃത്യമായി വിഭജിച്ച് ഡീസെൻട്രലൈസ് ചെയ്ത് പോകേണ്ടതുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഫണ്ടുകൾ കൊടുക്കുന്നില്ല, ഫിസ്ക്കലായിട്ടുള്ള ഇൻഡിപെൻഡൻസിന് എന്താ പറയുക ശക്തിപ്പെടുത്താണ്ട് എന്ത് ഡീസെൻട്രലൈസേഷൻ നടത്തുന്നു എന്ന് പറഞ്ഞിട്ടും എന്തില്ല, അതിലൊരു കാര്യവുമില്ല എന്ന് കൂട്ടുകാരെ മനസ്സിലാക്കണം. കാരണം ഇവർക്ക് നിങ്ങൾ പ്ലാൻ ചെയ്തോ, നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങൾ പ്ലാൻ വരച്ചോ, നിങ്ങൾ നല്ല സ്ഥലം എടുത്തോ, നിങ്ങളൊക്കെ നടത്തിക്കോ എന്ന് വെറുതെ വാക്കുകൊണ്ട് പറഞ്ഞ കാര്യമുണ്ടോ? ഇതിനെല്ലാത്തിനും എന്ത് വേണം, തുട്ട് വേണം അല്ലേ, നോട്ട് ഇറക്കണം അല്ലേ, അല്ലാണ്ട് പറക്കോ ചെമ്പറക്കണം വരില്ലേ നമ്മൾ, അല്ലാണ്ട് ഒന്നും നടക്കില്ല. സോ ഫിസ്ക്കൽ ഇൻഡിപെൻഡൻസ്, ഫിസ്ക്കൽ ഡീസെൻട്രലൈസേഷൻ, ധനപരമായിട്ടുള്ള വികേന്ദ്രീകരണം എന്ന് പറയുന്നത് അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് കൂട്ടുകാർ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റൊന്നെന്താണ്, നോൺ ഗവൺമെന്റൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ NGOs ഒക്കെ പലതും ഉണ്ടാവും അല്ലെ. ഇവരെ എന്ത് ചെയ്യണം, ഇവർക്കും ചെയ്യാൻ പറ്റുന്ന കുറേയധികം കാര്യങ്ങൾ ഉണ്ടാകും. ഈ കാര്യങ്ങൾ അവർക്ക് പറ്റുമെങ്കിൽ അത് അവർക്ക് തന്നെ എന്ത് ചെയ്യണം, കൊടുക്കണം. നോൺ ഗവൺമെന്റൽ NGOs മാത്രമല്ല കേട്ടോ, നോൺ ഗവൺമെന്റൽ ആയിട്ടുള്ള തലത്തിൽ വർക്ക് ചെയ്യുന്ന ഏതൊരാളാണെങ്കിലും വോളണ്ടിയർ തലത്തിൽ വരുന്ന ആളുകളായിരിക്കാം, അവരെ കൊണ്ട് ചിലപ്പോൾ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ, ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങൾ, വേസ്റ്റ് മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, വിശപ്പ്, ഹങ്കർ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഇതിനൊക്കെ നോൺ ഗവൺമെന്റ്, ഇപ്പോൾ നമുക്ക് ഓപ്പറേഷൻ സുലൈമാനി എന്ന് വെച്ച് കോഴിക്കോട് നടത്തുന്ന ഒരു കാര്യം അറിയാം അല്ലേ. ഈ ഓപ്പറേഷൻ സുലൈമാനി എന്താ പറയുക, നമ്മുടെ പ്രശാന്ത് നായർ എന്ന് പറയുന്ന കളക്ടർ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് തലത്തിലുള്ള കുറേ ഉദ്യോഗസ്ഥരെ മാത്രമല്ല ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്, കോഴിക്കോടിലെ പ്രധാനപ്പെട്ട ഹോട്ടൽസിനെ എല്ലാത്തിനെയും കണക്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അത് നടപ്പിലാക്കാൻ ശ്രമിച്ചത്. ഈ ഹോട്ടലുകളിൽ പല ആളുകളും ആദ്യം അടിച്ചെങ്കിലും പിന്നീട് മുന്നോട്ട് വരികയും അവരുടെയൊക്കെ ബോർഡുകളിൽ ഓപ്പറേഷൻ സുലൈമാനിയുമായി ബന്ധപ്പെട്ട വിശപ്പ് രഹിത ജില്ല എന്ന തരത്തിലുള്ള കോഴിക്കോട് നഗരം എന്ന തലത്തിൽ എന്ത് ചെയ്യുകയാണ്, പിന്നീട് പ്ലാൻ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ നോൺ ഗവൺമെന്റൽ ആയിട്ടുള്ള തലങ്ങളിൽ നിന്നുമുള്ള എന്താ പറയുക സഹകരണമാണ് അതിനെ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ നോൺ ഗവൺമെന്റൽ തലത്തിലുള്ള ആളുകൾക്കും എന്ത് ചെയ്യണം, പല കാര്യങ്ങളിലും പങ്കെടുക്കാനും അവരുടേതായിട്ടുള്ള റോളുകൾ വഹിക്കുന്നതിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അനുവദിക്കണം, ഗവൺമെന്റ് അനുവദിക്കണം. അപ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, പ്രോപ്പർ ആയിട്ടുള്ള ഡീസെൻട്രലൈസേഷൻ എന്നത് പരിപൂർണം ആകുന്നത് എന്ന് കൂടി കൂട്ടുകാരെ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ തലങ്ങളെല്ലാം ഡീസെൻട്രലൈസേഷൻ ഉണ്ട്. ഗവൺമെന്റിന്റെ ഉള്ളിൽ പൊളിറ്റിക്കൽ, അഡ്മിനിസ്ട്രേറ്റീവ്, ഫിസിക്കൽ എന്നീ തലങ്ങളിലും ഗവൺമെന്റിന് വെളിയിൽ നോൺ ഗവൺമെന്റൽ തലത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനും എന്ത് ചെയ്യാനായിട്ട് സാധിക്കണം, ഡീസെൻട്രലൈസ് ചെയ്ത് തീരുമാനങ്ങൾ എടുക്കാനും അധികാരങ്ങൾ കൈയാളാനും ഇംപ്ലിമെന്റ് ചെയ്യാനുമുള്ള ഒരു അവസരം കൊടുക്കുമ്പോഴാണ് ഡീസെൻട്രലൈസേഷൻ എന്ന വാക്ക് പൂർണ്ണമായിട്ടും നടപ്പിലാക്കുന്നത് എന്ന് കൂട്ടുകാർ മനസ്സിലാക്കുക. അടുത്തത് കൺസെപ്റ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ. DD സ്റ്റാൻഡ്സ് ഫോർ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ. വലിച്ച വരി എഴുതുന്നില്ല എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഓൾറെഡി കൂട്ടുകാരൻ പറയുകയാണ്, നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ പല തവണയായിട്ട് ചർച്ച ചെയ്തിട്ടുള്ള പോയിന്റുകളാണ്. പക്ഷേ സിലബസ് നമ്മുടെ ഭയങ്കര റിപ്പീറ്റേറ്റീവ് ആണ്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല, എനിക്ക് ഉത്തരവില്ല. നിങ്ങൾക്ക് പലപ്പോഴും നമ്മുടെ ഇപ്പോൾ റൂറൽ ഡെവലപ്മെന്റിൽ പറഞ്ഞ അതേ കൺസെപ്റ്റുകൾ തന്നെ നമുക്ക് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷനിൽ പറയേണ്ട സ്ഥലങ്ങളുണ്ട്. ഇവിടെ നിന്നുള്ള കുറേ കാര്യങ്ങൾ ഗ്രാസ് റൂട്ട് ലെവൽ എന്താ പറയുക ഡെവലപ്മെന്റിൽ പറയേണ്ടതായിട്ട് വരുന്നുണ്ട്. അർബൻ ഗവേണൻസിൽ എന്ത് ചെയ്യും, ഇതിന്റെ പല തലങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പലയിടങ്ങളിലും എന്താണ്, ഒരേ പോയിന്റുകൾ പിന്നെയും പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ സിൻസ് നമ്മുടെ സിലബസ് അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, കാരണം തിയറട്ടിക്കലായി അത്തരം ഹെഡിങ്ങുകളിൽ അടിയിൽ വരുന്ന പല കൺസെപ്റ്റുകളും തുല്യമല്ല, എന്താ പറയുക ഒരേപോലെയുള്ള കാര്യങ്ങളാണ്. നമുക്ക് പക്ഷെ ഒന്നും വിടാനും പറ്റില്ല, നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കുക തന്നെ വേണം. നോക്കൂ, കൺസെപ്റ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ. ഒന്നാമത്തെ കാര്യം എന്താ, ഡീസെൻട്രലൈസേഷൻ പറയുന്ന സമയത്ത് പവർ ഈസ് വിത്ത് ദ പീപ്പിൾ അല്ലെ, ജനങ്ങളുടെ കയ്യിലാണ് അധികാരമുള്ളത്. അപ്പോൾ ജനങ്ങൾക്ക് അധികാരം കൊടുക്കുക എന്ന് പറയുന്നത് എന്താണ്,
അതിന്റെ അർത്ഥം എന്താ? വളരെ ചുരുക്കി എന്താണ്? ലോക്കൽ ഓട്ടോണമി, അതായത് ലോക്കൽ ഗവൺമെന്റുകൾക്ക് എന്ത് ചെയ്യുക? അധികാരങ്ങൾ കൊടുക്കുക, അല്ലെ? ലോക്കൽ ഗവൺമെന്റുകളെ സൃഷ്ടിക്കുക, പ്രാദേശികമായിട്ടുള്ള സർക്കാരുകളെ ഉണ്ടാക്കുക, അവർക്ക് അധികാരങ്ങൾ കൊടുക്കുക. മനസ്സിലുണ്ട്? അല്ലാണ്ട് എല്ലാ വീട്ടിലും പോയിട്ട് നിങ്ങൾക്ക് അധികാരമുണ്ട്, നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തു എന്ന് പറയുന്നതല്ല പവർ വിത്ത് ദ പീപ്പിൾ എന്ന് പറയുന്നത്. പവർ വിത്ത് ദ പീപ്പിൾ മീൻസ് ലോക്കൽ ഗവൺമെന്റുകളുടെ ക്രിയേഷൻ എന്നത് കൂടി അവിടെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നോക്കൂ, ഒന്നും റാൻഡമായി എല്ലാവരും ചെയ്യട്ടെ എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? എന്താ? ഈ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷനെ നിലനിർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം ഏതാരോ ഞാൻ ഇതിൽ എഴുതാത്തത്? റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്, നിയമവാഴ്ച. കാരണം ഈ റൂൾ ഓഫ് ലോ ഞാൻ എന്തുകൊണ്ട് അവിടെ പോയിന്റ് ആയിട്ട് എഴുതാണ്ടിരുന്നത്? കാരണം അതുണ്ടെങ്കിൽ ഇത് മുഴുവനുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഞാൻ ആദ്യത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഏതൊരു ജനങ്ങൾക്ക് അധികാരം കൊടുക്കുക എന്ന് പറയുന്ന സമയത്ത് എന്താണ്? ഒരു പഞ്ചായത്തില് ഒരു എന്താ പറയുക, അല്ലെങ്കിൽ ഒരു വാർഡില് നിങ്ങൾ വിചാരിക്കൂ ഒരു 1200 പേരുണ്ട്. അവിടെ ഗ്രാമസഭ വിളിക്കുന്നു. ഗ്രാമസഭ വിളിച്ചിട്ട് അതിൽ ഓരോ ആളുകൾക്കും ഓരോ അഭിപ്രായമായിരിക്കും. ഒരാൾ BJPയുടെ ആളായിരിക്കും, ഒരാൾ CPMന്റെ ആളായിരിക്കും, ഒരാൾ കോൺഗ്രസിന്റെ ആളായിരിക്കും. അവരുടെ ഐഡിയോളജി വ്യത്യസ്തമായിരിക്കും, അല്ലെ? ഒരാൾ 60 വയസ്സുള്ള കുറെ ആളുകൾ ഉണ്ടാവും, 18 വയസ്സുള്ള കുറെ, 18 വയസ്സ് ജസ്റ്റ് കഴിഞ്ഞ് വോട്ടേഴ്സ് ലിസ്റ്റിൽ എന്താ പറയുക പേരുള്ള ആളുകളാണ് അവിടുത്തെ നിയമസഭയിൽ, ഗ്രാമസഭയിൽ വരുന്നത്. അപ്പോൾ 18 വയസ്സ് മുതൽ എന്താണ് ചിലപ്പോൾ 90 വയസ്സായിട്ടുള്ള ആളുകളുണ്ടാവും. ഇവരുടെ ഓരോരുടെയും അഭിപ്രായങ്ങൾ വേറെ വേറെയാണ്, ഇംഗിതങ്ങൾ വേറെ വേറെയാണ്, അവരുടെ ആശകൾ വേറെ വേറെയാണ്, അല്ലെ? അവരുടെ ഡെവലപ്മെന്റ് കൺസെപ്റ്റുകൾ വേറെ വേറെ ആയിരിക്കും, അല്ലെ? അപ്പൊ ഇവ ഓരോന്നും എന്താണ്? പല തലങ്ങളിൽ കിടക്കുന്ന, ഡൈവേഴ്സ് ആയി കിടക്കുന്ന സമയത്ത് പവർ വിത്ത് ദ പീപ്പിൾ എന്നതിന്റെ അർത്ഥം തന്നെ എന്താണ് കൂട്ടുകാരെ? പവർ വിത്ത് ദ പീപ്പിൾ എന്ന് പറയുന്ന സമയത്ത് എന്താണ്? ദർ ഷുഡ് ബി എ ലോക്കൽ ഗവൺമെന്റ് വിത്ത് വിച്ച് പീപ്പിൾ ക്യാൻ വർക്ക്. മനസ്സിലാവുന്നുണ്ടോ? ഈ ലോക്കൽ ഗവൺമെന്റിന് എന്ത് വേണം? ലോക്കൽ ഓട്ടോണമി ആവശ്യമാണ്. ഇവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനും തീരുമാനമെടുക്കാനും നടപ്പിലാക്കാനും സാധിക്കണം. എന്തിന്റെ ബേസിസിൽ? റൂൾ ഓഫ് ലോയുടെ ബേസിസിൽ. അപ്പൊ റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് നിയമവാഴ്ച, മലയാളം എന്താണ്? നിയമവാഴ്ച എന്ന് പറയുന്നത് നമ്മൾ ഈ സംസാരിക്കുന്ന ഓരോ പോയിന്റുകളുടെയും പിന്നിൽ അദൃശ്യമായി നിൽക്കുന്നുണ്ട് എന്ന് കൂട്ടുകാർ ആലോചിക്കണം. അതായത് കൺസെപ്റ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്നും പറഞ്ഞിട്ട് റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന ഒരു സാധനം തരുമ്പോൾ നിങ്ങൾ ഇതുണ്ടോ എന്ന് സംശയം വേണ്ട. കാരണം എന്താണ്? ഈ പറയുന്ന ഓരോ പോയിന്റുകളും റൂൾ ഓഫ് ലോ കൊണ്ട് എന്താണ്? പ്രൊട്ടക്റ്റഡ് ആണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഉദാഹരണം, അല്ലെ? 18 വയസ്സ് കഴിഞ്ഞ ഒരാൾക്കും 90 വയസ്സായിട്ടുള്ള ഒരാൾക്കും ഗ്രാമസഭയിൽ ഒരേ അഭിപ്രായമായിരിക്കില്ല. BJPക്കാർക്കും CPMകാരനും കോൺഗ്രസ്സുകാരനും വേറെ വേറെ അഭിപ്രായങ്ങളായിരിക്കും. അപ്പൊ ഇവരെ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരേ ഒരു കാര്യം എന്താണ്? റൂൾ ഓഫ് ലോ, അല്ലെ? നിയമവാഴ്ച. നിയമത്തിനനുസൃതമായി അപ്പോൾ അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിയമലംഘനം നടത്താതെ നടപ്പിലാക്കുക എന്ന് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇവരെല്ലാവരും കൂടിയിട്ട് എന്ത് ചെയ്യും? ഒരു തലത്തിലേക്ക് വന്ന് എത്തി നിൽക്കും. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇതെന്ത് ചെയ്യുക? വളരെ കൃത്യമായിട്ട് കൂട്ടുകാര് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? സംശയമില്ലല്ലോ? കൃത്യമാണ് എന്ന് വിചാരിക്കുകയാണ്. അടുത്ത എന്താ പറയുക തലത്തിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. അടുത്തത് ഏതാണ്? പാർട്ടിസിപ്പേറ്റീവ് ഡെമോക്രസി. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, ലോക്കൽ ഓട്ടോണമി എന്ന് പറഞ്ഞു, ജനങ്ങളുടെ കയ്യിലേക്ക് എന്ത് ചെയ്യുകയാണ്? കാര്യങ്ങൾ എത്തിക്കുകയാണ്. പാർട്ടിസിപ്പേറ്റീവ് ഡെമോക്രസി എന്ന് പറയുന്നതാണ് ഈ ലോക്കൽ ആയിട്ടുള്ള ഗവൺമെന്റുകളിലേക്ക് വരുന്നു. അതായത് ഏതാണ്? ഗ്രാമസഭ പോലെയുള്ള ഭാഗങ്ങൾ, അല്ലെ? ഗ്രാമസഭ പോലെയുള്ള കാര്യങ്ങൾ എന്താണ്? ഈ പാർട്ടിസിപ്പേറ്റീവ് ഡെമോക്രസി എന്താണ്? ഉറപ്പിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? അപ്പോൾ അത് അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലായിരിക്കാം, പ്ലാനിങ് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന സ്ഥലത്തിലേക്കായിരിക്കാം, അവയുടെ ഇംപ്ലിമെന്റേഷനിലായിരിക്കാം, അത് ശരിക്കും നടക്കുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യുന്ന സ്ഥലത്തായിരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഈ തലങ്ങളിൽ എല്ലാത്തിലും ആര് വരണം? ഒരു സാധാരണ പൗരന്, ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? വന്നിടപെടാനും അഭിപ്രായം പറയാനും സാധിക്കണം. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? മനസ്സിലാവുന്നുണ്ടോ? കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഇതെന്ത് ചെയ്യുക? കൂട്ടുകാർ വളരെ കൃത്യമായിട്ട് ആലോചിക്കുക. സോ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതാണ് ലോക്കൽ ഓട്ടോണമിയെ ഉറപ്പിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പവർ വിത്ത് ദ പീപ്പിൾ എന്ന് പറയുന്നത് എപ്പോഴാണ് ഉറയ്ക്കുന്നത്? പാർട്ടിസിപ്പേറ്റീവ് ഡെമോക്രസി നടക്കുന്ന സമയത്താണ്. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത എന്താണ്? റെപ്രസെന്റേറ്റീവ് ആൻഡ് റെസ്പോൺസീവ് ഗവർണൻസ്. സോ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട് ജനങ്ങളുടെ, അതിനോടൊപ്പം എന്താണ്? റെസ്പോൺസീവ് ആയിട്ടുള്ള ഗവർണൻസ് വേണം. എന്താണ്? അതായത് ജനങ്ങളാണ് അവിടെ എന്തുള്ളത്? അധികാരികളെന്ന് അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ ഉദ്യോഗസ്ഥരും ഓർക്കേണ്ടതുണ്ട്. ഇപ്പൊ നമ്മൾ ഈ എക്സാം എന്തിനു വേണ്ടിയിട്ടുള്ളതാ കൂട്ടുകാരെ? സെക്രട്ടറി, അല്ലെ? അപ്പൊ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു അധികാരത്തിലേക്ക് നിങ്ങൾ എത്തുന്നു. സെക്രട്ടറി എന്ന തലത്തിലേക്ക് നിങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ എന്താണ്? റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ഗവർണൻസ് ആണ് അവിടെ നടത്തേണ്ടത്. നിങ്ങൾ അവിടെ നടത്തേണ്ട ഭരണം എന്ന് പറയുന്നത് എങ്ങനത്തെ ആയിരിക്കണം? റെസ്പോൺസീവ് ആയിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? എന്താണ് റെസ്പോൺസീവ് എന്ന തലത്തിലേക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? റെസ്പോൺസീവ് തലം എന്ന് പറയുന്ന സമയത്ത് അവിടെ ഒരു നീഡ് പറയുമ്പോൾ, ഒരു ആവശ്യം പറയുമ്പോൾ ജനങ്ങളോട് ആ ബാധ്യത തങ്ങൾക്കുണ്ട് എന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു ഗവർണൻസിനെയാണ് റെസ്പോൺസീവ് ഗവർണൻസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്ന കൂട്ടുകാർ? വെൻ ദർ ഈസ് എ നീഡ്, ഒരു നീഡ്
നീഡ്, ഒരു ആവശ്യം, കൃത്യമായ ആവശ്യം വരുമ്പോൾ അതിനോട് കൃത്യമായി റെസ്പോണ്ട് ചെയ്യേണ്ടത് ആ ഗവേണൻസിന്റെ എന്താണ്, ബാധ്യതയാണ് എന്ന് കൂട്ടുകാർ മനസ്സിലാക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇത് ഉറപ്പിക്കാനായിട്ട് എന്താണ്, അക്കൗണ്ടബിലിറ്റി ഉണ്ട് അവർക്ക്. എന്താണ് അക്കൗണ്ടബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉത്തരവാദിത്വമുണ്ട്, ബാധ്യതയുണ്ട്. ഉത്തരവാദിത്വമുണ്ട്. എന്താണ് ഉത്തരവാദിത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു ഡെമോക്രസി എന്ന് പറയുമ്പോൾ എന്താ, ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ എന്താണ് ഒരു ഗവൺമെന്റ് ആണ് അവിടെ വരുന്നത്, അല്ലെ? അപ്പോൾ അതിൽ പല ആളുകളുണ്ട്, ജനപ്രതിനിധികളുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, അല്ലെ? എന്താ പറയുക, ഇതുപോലെ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എടുത്ത് ചെയ്യുന്ന ആളുകൾ ഉണ്ടാകുമായിരിക്കും. അപ്പൊ ഇവർക്കൊക്കെ ഉത്തരവാദിത്വം ആരോടാ? അക്കൗണ്ടബിലിറ്റി ആരോട് മാത്രമാണ്? അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ജനങ്ങളോടാണ്. ആരോടാണ്? ജനങ്ങളോടാണ്. മനസ്സിലാവുന്ന കൂട്ടുകാർക്ക്? ഇപ്പൊ CAG അല്ലെ, CAG ആണ് എന്ത് ചെയ്യുന്നത്, പ്രൊട്ടക്ടർ ഓഫ് ദ പബ്ലിക് പേഴ്സ് എന്ന് പറയും, അല്ലെ? CAGയുടെ റിപ്പോർട്ട് എവിടേക്കാ പോവുക? അത് ഏത് വഴിക്കൊക്കെ പോയാലും എവിടേക്ക് എത്തും? പാർലമെന്റിലേക്ക് വരും, അല്ലെ? പാർലമെന്റിലേക്ക് വരും. എന്താണ് പാർലമെന്റ്? പാർലമെന്റ് എന്ന് വെച്ചാൽ അത് ജനങ്ങളാണ്, അല്ലെ? ജനങ്ങൾ തിരഞ്ഞെടുത്ത് പോകുന്ന അംഗങ്ങളാണ് അവിടെ ഉള്ളത്, അല്ലെ? പ്രതിപക്ഷവും എല്ലാവരും ഉണ്ട്, അല്ലെ? അപ്പോ അത് എങ്ങനെയാണ് കൂട്ടുകാർ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? ജനങ്ങളാണ് അക്കൗണ്ടബിൾ. മനസ്സിലാവുണ്ടോ? അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ആരോട് മാത്രമാണ്? ജനങ്ങളോടാണ്. ഇത് ആലോചിക്കുക. ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷന്റെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ട്രാൻസ്പെറൻസി, അല്ലെ? കാര്യങ്ങൾ എന്താണോ അവിടെ ഒരു തീരുമാനം എടുക്കപ്പെടുന്നത്, അഴിമതി ഇല്ലാത്ത ഭരണം നടക്കുന്നുണ്ടോ, ഇതൊക്കെ ഉറപ്പിക്കണമെങ്കിൽ എങ്ങനെയാണ്? ട്രാൻസ്പെറന്റ് ആയിരിക്കണം. ദർ ഷുഡ് ബി. എങ്ങനെയാണ് ട്രാൻസ്പെറൻസി ഉറപ്പിക്കുന്നത്? എന്ത് ഇൻഫോർമേഷൻ ആണോ നടത്തുന്ന ഭരണവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ലഭ്യമാക്കേണ്ടത്, ആ കാര്യങ്ങൾ ലഭ്യമാക്കുമെന്ന് ഉറപ്പുവരുത്തും. ജനങ്ങൾക്കൊരു കാര്യം അറിയണം, എന്താ, ഇന്ന തീരുമാനം എങ്ങനെ എടുത്തു, ഇവിടെ മുതൽ ഇവിടം വരെ റോഡ് പണിതു, പക്ഷെ അതിന്റെ തൊട്ടപ്പുറത്ത് എന്താണ്, കുറച്ച് റോഡ് പണിയുന്നില്ല, അത് കഴിഞ്ഞിട്ട് ഇതാ റോഡ് പിന്നെയും പണിതു തുടങ്ങുന്നു. അപ്പോൾ എന്താണ് ഇടയിൽ റോഡ് പണിയാതിരിക്കാൻ കാരണം? അത് രാഷ്ട്രീയപരമായിട്ടുള്ള കാരണം കൊണ്ടാണോ? മനസ്സിലാവുന്നുണ്ടോ? ഇനി എന്താ പറയുക, ഒരു certain ഒരു ചെലവ് കാണിച്ചിരിക്കുന്നു, അത് വിചാരിച്ചതിനേക്കാളും എത്രയോ കൂടുതൽ ചെലവാണ് കാണിച്ചിരിക്കുന്നത്, എന്തുകൊണ്ടത് നടന്നു? അപ്പൊ ട്രാൻസ്പെറൻസി ഈസ് ഇമ്പോർട്ടൻറ്റ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്ത മറ്റൊരു സാധനം വരുന്നത് ഏതാണ്? റിസോഴ്സ് അലോക്കേഷൻ. അതായത് എപ്പോഴാണോ ഈ അക്കൗണ്ടബിലിറ്റി ഉറപ്പിച്ചുകൊണ്ട്, ട്രാൻസ്പെറൻസി ഉറപ്പിച്ചുകൊണ്ട്, പാർട്ടിസിപ്പേറ്റീവായിട്ട് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യുന്നത്, വളരെ എഫിഷ്യൻ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? റിസോഴ്സിന്റെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ ഞാൻ പണ്ട് തുടങ്ങിയ സമയത്ത് ഒരു ഉദാഹരണം വരുന്നു. അട്ടപ്പാടിയിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അട്ടപ്പാടിയിലോ ഏതൊരു സ്ഥലം, അട്ടപ്പാടി നിങ്ങൾ ഒരു പേരെടുത്താൽ മതി, അല്ലെങ്കിൽ A or B, ഒരു സ്ഥലത്ത് ആദിവാസികൾക്കുമായി ബന്ധപ്പെട്ടിട്ട് കുറേയധികം വീടുകൾ പണിതിട്ടു. മനസ്സിലാവുന്നുണ്ടോ? വീടുകൾ പണിതിട്ടു. ഒരു വർഷം കഴിഞ്ഞ് നോക്കിയ സമയത്ത് ആരും അവിടെ താമസമില്ല. കാരണം ആ വീടിന്റെ ലൊക്കേഷൻ, ആ വീടിന്റെ നിർമ്മാണ രീതി, ഇതൊന്നും എന്താണ്, അവരുടെ ജീവിത ശൈലിക്കോ അവരുടെ സംസ്കാരത്തിനോ അവരുടെ ആവശ്യങ്ങൾക്കോ ഇന്നും ഉതകുന്ന രീതിയിലായിരുന്നില്ല. സോ എന്താ അവിടെ സംഭവിച്ചത്? ഒരു റിസോഴ്സ് അലോക്കേഷൻ നടത്തി, ആ റിസോഴ്സ് മുഴുവൻ വേസ്റ്റായി. മനസ്സിലാവുന്നുണ്ടോ? ഇത് വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? അക്കൗണ്ടബിൾ ആയിരിക്കണമായിരുന്നു, അല്ലെ? ഉത്തരവാദിത്തത്തോടു കൂടി അവർ പെരുമാറണമായിരുന്നു. പാർട്ടിസിപ്പറ്റീവായിട്ട് ആ ഡിസിഷൻ എടുക്കണമായിരുന്നു, അല്ലെ? ആ ആദിവാസികളായിട്ടുള്ള ആളുകളെ വിളിച്ച്, നോക്കൂ, ഇതാണ് ഞങ്ങളുടെ വീടിന്റെ പ്ലാൻ, ഇന്ന സ്ഥലത്താണ് ഞങ്ങളിത് കെട്ടാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ഓക്കെ ആണോ? നിങ്ങൾക്ക് അവിടെ വന്ന് താമസിക്കാൻ പറ്റില്ലേ? നിങ്ങൾക്ക് കാട്ടിലേക്ക് കുറേ ദൂരമാവുമോ? നിങ്ങൾ ചെയ്യുന്ന എന്താ പറയുക, ഇപ്പം മുളയോ ചൂരലോ കളക്ട് ചെയ്യുന്നതോ തേൻ കളക്ട് ചെയ്യുന്നതോ ആയിട്ട് നിങ്ങളുടെ ഉപജീവന മാർഗത്തിന് ഇവിടെ വീട് വെച്ചാൽ നിങ്ങൾക്ക് അതിന് വിഘാതമായിട്ടാണോ സംഭവിക്കുക? ഇത് അവരോട് ചോദിക്കണം. ചോദിച്ചില്ല. അപ്പൊ എന്ത് സംഭവിച്ചു? റിസോഴ്സ് അലോക്കേഷൻ എന്ന് പറയുന്നത് എന്തായി? അവിടെ പാളിച്ച പറ്റി, ആ റിസോഴ്സ് മുഴുവൻ വേസ്റ്റ് ആയിപ്പോയി. സോ റിസോഴ്സ് അലോക്കേഷനിൽ ഈ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ നടത്തിയാൽ എന്ത് നടക്കും? എഫിഷ്യൻ്റ് ആയിട്ട് റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യാനായിട്ടും ഉപയോഗപ്പെടുത്താനായിട്ടും സാധിക്കും. ഓൾസോ കപ്പാസിറ്റി ബിൽഡിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കൂ, എപ്പോഴൊക്കെയാണോ ജനങ്ങളുടെ അഭിപ്രായം എടുത്തുകൊണ്ട് ജനങ്ങളെ ഭരണത്തിൽ പങ്കാളിത്തം ഉറപ്പിച്ചുകൊണ്ട് നടക്കുന്നത്, അത് ജനങ്ങളുടെ കപ്പാസിറ്റി ബിൽഡായിക്കൊണ്ടിരിക്കുകയാണ്. ആ മേഖലയിൽ എന്ത് ചെയ്യുകയാണ്? ആളുകൾക്ക് എന്തൊക്കെയാണ് തങ്ങളുടെ അവകാശങ്ങൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭരണത്തിൽ അവർ പങ്കാളികളായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഇലക്ഷൻ ആകുന്ന സമയമാകുമ്പോഴേക്കും എന്ത് ചെയ്യും? ഇവർ പങ്കാളിത്തത്തോട് കൂടിയിട്ട് ഒരു 5 വർഷം കഴിയുമ്പോൾ ഓക്കെ, ഇന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നവർക്ക് മനസ്സിലാവുകയാണ്. കൂടുതൽ ബിസിനസ്സുകൾ ചിലപ്പോൾ ജനങ്ങളായിട്ട് അവിടെ തുടങ്ങും. കൂടുതൽ അഭിപ്രായങ്ങൾ അവർ പറയും, അല്ലെ? അപ്പോൾ മൊത്തത്തിൽ എന്താണ്, ആ ഏരിയയുടെ മൊത്തത്തിലുള്ള കപ്പാസിറ്റി ബിൽഡിംഗ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഡീസെൻട്രലൈസ് ചെയ്തുകൊണ്ട് ആളുകളിലേക്ക് വിവരങ്ങൾ എത്തുമ്പോൾ, ഇൻഫർമേഷൻ എത്തുമ്പോൾ, അധികാരം എത്തുമ്പോൾ അവിടെ നടക്കുന്നത്. ഇനി കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻസ്. എന്താ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അത് ലോക്കൽ ലെവലിൽ തന്നെ തീർക്കാൻ പറ്റിയാൽ അത് അത്രയും എന്ത് ചെയ്യാൻ പറ്റും?
എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ തീർക്കാനായിട്ട് സാധിക്കും, അല്ലെ? വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? കാര്യങ്ങൾ തീർക്കാനായിട്ട് സാധിക്കും. അതാണ് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള വഴി, അല്ലേ? മുകളിലേക്ക് പോയിട്ട് കോൺഫ്ലിക്റ്റ് ഊതി വീർപ്പിച്ച് വലുതാക്കി പോകുന്നതിനേക്കാളും നല്ലത് കോൺഫ്ലിക്ട്സ് ക്യാൻ ബി, ഇഫ് ദോസ് കോൺഫ്ലിക്ട്സ് എനി ഓഫ് ദ കോൺഫ്ലിക്ട്സ് ക്യാൻ ബി വാട്ട് എന്താ പറയുക, അത് എൻഡ് ചെയ്യാൻ പറ്റും നമുക്ക് താഴെ തട്ടിൽ തന്നെ എന്നുണ്ടെങ്കിൽ. മനസ്സിലാവുന്നുണ്ടോ? കോൺഫ്ലിക്ട് ക്യാൻ ബി എൻഡഡ് ബൈ അറ്റ് ദ ഗ്രാസ് റൂട്ട് ലെവൽസ് എന്ന് നമുക്ക് പറ്റുകയാണെങ്കിൽ, അത് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള മാർഗം എന്ന് പറയുന്നതാണ് അത് തന്നെയാണ്. സോ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോഷ്യൽ ഈക്വിറ്റി നോക്കൂ, ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ പ്രാദേശിക തലത്തിലേക്ക് എത്തുന്ന സമയത്ത് എപ്പോഴും എന്ത് ചെയ്യേണ്ടതുണ്ട്? എല്ലാ മേഖലയും സോഷ്യൽ തലത്തിലുള്ള എല്ലാ ആളുകൾക്കും തുല്യമായിട്ടുള്ള പാർട്ടിസിപ്പേഷനും തുല്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ നടത്താനുള്ള സ്വാതന്ത്ര്യവും തുല്യമായിട്ട് അവർക്കതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുമ്പോൾ ഒരു വികസന പ്രവർത്തനം നടത്തി അതിൽ നിന്ന് എന്തൊക്കെയാണോ ഗുണഫലങ്ങൾ പുറത്തു വരുന്നത് ആ ഗുണഫലങ്ങളെല്ലാം തന്നെ സമൂഹത്തിൻ്റെ എല്ലാ തട്ടുകളിലേക്കും ഒരുപോലെ പോകുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതും എന്താണ്? ഡീസെൻട്രലൈസേഷൻ്റെ ഒരു ആവശ്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? സോ ഡീസെൻട്രലൈസേഷൻ എന്നത് എന്ത് മാത്രമല്ല അധികാരങ്ങൾ കുറച്ച് ആളുകൾക്ക് കൊടുക്കുക എന്നതല്ല, സാമൂഹികപരമായിട്ടുള്ളൊരു തുല്യത ഉറപ്പുവരുത്തുക എന്നതുകൂടി എന്തിൻ്റെ ഒരു കാര്യമാണ്? ഡീസെൻട്രലൈസേഷൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇനി ഇതെല്ലാം നമ്മൾ നടപ്പിലാക്കുകയാണെന്ന് വിചാരിക്കൂ, എല്ലാ തട്ടുകളിലേക്കും എന്താണ്? ഇത്തരത്തിൽ ഗുണഫലങ്ങൾ എത്തുന്നു, എല്ലാ തട്ടുകളിൽ നിന്നുമുള്ള അഭിപ്രായങ്ങൾ നമ്മൾ രേഖപ്പെടുത്തുന്നു, എല്ലാ തട്ടിലേക്കും ഇംപ്ലിമെൻറ്റേഷൻ നടത്തുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു. ഇതെല്ലാം കൂടി എന്തിലേക്കാണ് എത്തിക്കുന്നത്? ഒരു സമഗ്രമായിട്ടുള്ള ഒരു വികസന പ്രവർത്തനത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു സംയോജിതമായിട്ടുള്ള ഏകോപിതമായിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് എത്തുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ നടപ്പിലാക്കുമ്പോൾ മാത്രമാണ്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? സോ ഈ പോയിന്റുകളെല്ലാം എന്താണ്? കൺസെപ്റ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്ന തലത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നവയാണ്. കൃത്യമാണോ കൂട്ടുകാർക്ക്? മനസ്സിലാകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. സോ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇനി വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ്? ഈ സിഗ്നിഫിക്കൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസിൽ ഇമ്പോർട്ടൻസ് എന്നാണ് തന്നിട്ടുള്ളത്. വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ? നോക്കൂ, നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ആ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് പ്രാദേശിക ഭരണത്തിൽ ജനങ്ങൾക്ക് നേരിട്ട് ഇടപെടാൻ പറ്റുന്നു, അതുകൊണ്ട് തന്നെ ഭരണകാര്യങ്ങൾ വേഗത്തിൽ നടക്കുന്നു, കാര്യക്ഷമത വർദ്ധിക്കുന്നു, അല്ലെ? എന്താ പറയുക, താഴെ തട്ടിലേക്ക് എന്താണ് പ്രശ്നങ്ങൾ റെസൊല്യൂഷൻ, നമ്മൾ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻസ് പറഞ്ഞില്ലേ, താഴെ തട്ടിലേക്ക് വരുന്നതോടുകൂടി പ്രശ്നങ്ങൾ വേഗത്തിൽ താഴെ തട്ടിൽ തന്നെ വെച്ച് പരിഹരിക്കാനായിട്ട് സാധിക്കുന്നു, അല്ലെ? സോഷ്യൽ ഈക്വിറ്റി എന്ന് നമ്മൾ പോയിന്റ് ഇവിടെ പറഞ്ഞിരുന്നു, ഓർമ്മയില്ലേ? സോഷ്യൽ ഈക്വിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഏതാണ്? സ്ത്രീകള്, കുട്ടികള്, ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ, സെക്ഷുവൽ മൈനോറിറ്റീസ്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലാണ് മൈനോറിറ്റീസ്, ഇത്തരം ആളുകൾക്ക് എല്ലാവർക്കും അവിടെ ഒരു എന്ത് വരികയാണ്? അഭിപ്രായ പ്രകടനത്തിനുള്ള ഒരു അവസരം കിട്ടുകയാണ്. അപ്പോൾ സോഷ്യൽ ഇക്വിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ സാധിക്കണം, അല്ലെ? കുട്ടികൾക്കുള്ള ഒരുപാട് സൗകര്യങ്ങൾ എത്തിക്കണം അവിടെ. കാരണം ഈ കുട്ടികളാണ് വലുതായിട്ട് എന്താകാൻ പോകുന്നത്, അടുത്ത തലമുറയാകാൻ പോകുന്നത്. ഈ കുട്ടികൾ ആരോഗ്യത്തോടു കൂടിയിട്ട്, മാനസികാരോഗ്യത്തോടു കൂടിയിട്ടും ശാരീരിക ആരോഗ്യത്തോടു കൂടിയിട്ടും അതിനോടൊപ്പം തന്നെ നല്ല സ്വഭാവമുള്ള നല്ല പൗരന്മാരായിട്ടും വളരുമ്പോൾ മാത്രമാണ് രാജ്യം മുന്നോട്ട് പോകുന്നത്, അല്ലെ? കുറേ കാലം ഈ കുട്ടികളെ ഒട്ടും അവരുടെ മാനസിക ശാരീരിക ആരോഗ്യങ്ങൾ ശ്രദ്ധിക്കാതെ വിട്ടുകഴിഞ്ഞാൽ ഒരു 2-3 ജനറേഷൻ കഴിയുമ്പോഴേക്കും രാജ്യത്തിനെ അത് ബാധിച്ചു കൊടുക്കും. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? സോ സോഷ്യൽ ഈക്വിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് എല്ലാ തലത്തിലും എന്ത് ചെയ്യുക കൂട്ടുകാർ? ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പോയിന്റുകൾ തന്നെ ആണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. പക്ഷെ കുറച്ചുകൂടി എന്താണ് അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന തലത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഭാഗങ്ങളൊന്നും നമുക്ക് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. നോക്കൂ, ഒന്നാമതായിട്ട് എന്താണ്? ടൈലർ മെയ്ഡ് പ്ലാൻസ് ആസ് പെർ ദ നീഡ്സ് ഓഫ് ഹെറ്ററോജീനിയസ് റീജിയൻസ് ആൻഡ് ഗ്രൂപ്പ്സ്. നോക്കൂ, ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? പല തലങ്ങളിൽ ഡൈവേഴ്സ് ആയിട്ടുള്ളൊരു രാജ്യമാണ് നമ്മുടേത്, അല്ലെ? വളരെയധികം ഡൈവേഴ്സ് ആയിട്ടുള്ളൊരു രാജ്യമാണ് നമ്മുടേത്. കേരളത്തിൻ്റെ തന്നെ എന്താ പറയുക, അപ്പോൾ തിരുവിതാംകൂറിൽ നിന്ന് കൊച്ചി എത്തി, കൊച്ചി കഴിഞ്ഞ് മലബാറിലേക്ക് കിടക്കുമ്പോഴേക്കും ആഹാരം മാറി, ആഹാരം മാറി, വസ്ത്രം മാറി, അതുപോലെ തന്നെ എന്താ പറയുക, ഭക്ഷണം മാറി, ആചാരങ്ങൾ മാറി, അനുഷ്ഠാനങ്ങൾ മാറി, അല്ലെ? വലിയ മാറ്റങ്ങൾ വന്നു. ജസ്റ്റ് കേരളം ഞാൻ എപ്പോഴും പറയില്ല, പാവയ്ക്ക പോലത്തെ എന്താ പറയുക സംസ്ഥാനമാണെന്ന് പറയില്ലേ, ഒന്ന് കടന്നതാണ്, അല്ലെ? സ്ഥലം മൊത്തം മാറിക്കഴിഞ്ഞു. സോ ഇവിടെ കേരളത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു മേഖലയ്ക്കും മറ്റൊരു മേഖലയ്ക്കും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതായത് ബ്രിട്ടീഷ് മലബാറായിരുന്നു, അല്ലെ? ബ്രിട്ടീഷുകാർ ഭരിച്ച മലബാറായിരുന്നു, കൊച്ചി രാജഭരണമായിരുന്നു, ട്രാവൻകൂർ രാജഭരണമായിരുന്നു. അപ്പൊ നമ്മുടെ കേരള രൂപീകരണത്തിന് ശേഷം നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ്? വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഈ മേഖലകൾ തമ്മിലുണ്ട്.
ഇപ്പോൾ കുറേയധികം കാര്യങ്ങൾ എന്താണ് ഏതാണ്ട് ഒരുപോലെയായി വരുന്നുണ്ടെങ്കിലും ഇപ്പോഴും മലബാർ അല്ലെ കാസർഗോഡ് ഏരിയയ്ക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി പലയിടങ്ങളിലേക്കും വന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളൊന്നും തന്നെ കാസർഗോഡിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ലെന്ന് നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? വയനാട് നോക്കൂ, നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, എത്തുന്നുണ്ട്. വികസന പ്രവർത്തനം ഇല്ലെന്നോ എല്ലാവരും വെറുതെ കളഞ്ഞു എന്ന് പറയല്ല. പക്ഷെ റിലേറ്റീവ്ലി എന്താണ് ആ ഒരു ഡിസ്പാരിറ്റി നമുക്ക് വളരെയധികം വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. സോ എന്താ അതിൻ്റെ അർത്ഥം? വളരെ ഹെട്രോജീനിയസ് ആയിട്ടുള്ള റീജിയനുകളും ആവശ്യങ്ങളുമാണ് ഇന്ത്യയിൽ ഒട്ടാകെയുള്ളത്. വളരെ ഹെട്രോജീനിയസ് ആയിട്ടുള്ളത്, അല്ല ഹോമോജീനിയസ് അല്ല. അതായത് ഹെട്രോജീനിയസ് എന്നാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള ആവശ്യങ്ങളാണ് നമ്മുടെ ആളുകൾക്കുള്ളത്. വളരെ ഹെട്രോജീനിയസ് ആയിട്ടുള്ള റീജിയനുകളാണ്, മേഖലകളാണ്, ഗ്രൂപ്പുകളാണ്, ജനവിഭാഗങ്ങളാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ നീഡുകൾ, ആവശ്യങ്ങളും വളരെ ഹെട്രോജീനിയസ് ആയിരിക്കും. അപ്പോൾ ഇവയ്ക്ക് ഓരോന്നിനും അനുസരിച്ച് ടൈലർ മെയ്ഡ് ആയിട്ടുള്ള, മനസ്സിലാവുന്നുണ്ടോ? അതായത് ഓരോ ആവശ്യം അനുസരിച്ച് എന്ത് ചെയ്യുക, തുന്നാൻ കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? ടൈലർ മെയ്ഡ് ആയിട്ടുള്ള എന്ത് ചെയ്യേണ്ടതുണ്ട്, പ്ലാനുകളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ ആണ്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ജനാധിപത്യപരമായിട്ടുള്ള അധികാര വികേന്ദ്രീകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്താണ്? ഹെട്രോജീനിയസ് ആണ് ഓരോ ഇടങ്ങളും. അതുകൊണ്ട് താഴെത്തട്ടിലേക്ക് അധികാരങ്ങളും തീരുമാനങ്ങളും എത്തുമ്പോൾ മാത്രമേ, അവർക്ക് തീരുമാനമെടുക്കാനുള്ള അധികാരവും ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള അധികാരവും കൊടുക്കുമ്പോൾ മാത്രമാണ് ഈ രീതിയിൽ ആ ഏരിയയുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കപ്പെടുകയും ഏരിയ അനുസരിച്ചിട്ടുള്ള സൊല്യൂഷൻസ് വരികയും ശരിക്കും ആ സൊല്യൂഷൻ എന്ത് ചെയ്യുന്നത്, പ്രാവർത്തികമാവുകയും ചെയ്യുന്നത് ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ഹെട്രോജീനിയസ് ആയിട്ടുള്ള ആവശ്യങ്ങൾ കണക്കാക്കിക്കൊണ്ട് കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോഴാണ്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇനി റിഡക്ഷൻ ഓഫ് റെഡ് ടേപ്സ് നോക്കൂ. എപ്പോഴാണോ നോക്കൂ, മുകളിലെ ഒരാൾ മാത്രം ഇരുന്നിട്ട് ഇവിടെ നിന്ന് ഒരു കാര്യം തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആൾക്ക് താഴത്തെ റിയാലിറ്റീസ് അറിയില്ല. ഇവിടെ നിന്ന് എന്ത് ചെയ്യും, എ എന്ന് പറയുന്ന ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ടാകും. പക്ഷെ ഈ താഴെത്തട്ടിൽ ഈ എ എന്ന നിയമം ഒട്ടും പ്രാവർത്തികമായിരിക്കില്ല. എന്താണ് ഫലം? മുകളിലേക്ക് പോകുന്നു, ഇയാൾ നോക്കുന്നു, ഈ ആവശ്യം എ പറയുന്ന നിയമം അനുസരിച്ച് പറ്റില്ല. പക്ഷെ ഇവിടത്തെ പ്രധാന ആവശ്യം ഇതാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു, ഇത് തള്ളുന്നു. അതാണ് ഇത് റെഡ് ടേപ്പുകൾ. നേരെ മറിച്ച് താഴെ തട്ടിലേക്ക് എന്താണ് ഈ തീരുമാനം എടുക്കാനുള്ള അവകാശം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവർ നോക്കും ലോക്കൽ ലെവലിൽ ഇതാണ് നടപ്പിലാക്കുക. സോ എ എന്ന് പറഞ്ഞ ഇവിടെ പ്രാവർത്തികമാകില്ല. ഉടനെ തന്നെ തീരുമാനം മുകളിലേക്ക് പോകുന്നു, ഒരുപാട് ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നു, ഈ നിയമം മാറ്റപ്പെടും. അപ്പോൾ എന്ത് നടക്കുകയാണ്? റെഡ് ടേപ്പുകൾ ഇല്ലാണ്ടാകാൻ എന്ത് ചെയ്യും? വളരെയധികം നല്ല രീതിയിൽ ഇത് സഹായകരം ആയിരിക്കും. അടുത്തത് എന്താണ്? അധികാര വികേന്ദ്രീകരണം. ഇതേ കാര്യം തന്നെയാണ് അല്ലെ. നോക്കൂ, താഴെ തട്ടിലേക്കുള്ള ഉദ്യോഗസ്ഥർ, ബ്യൂറോക്രസി അല്ലെ, ബ്യൂറോക്രസിയും പീപ്പിളും എന്ത് ചെയ്യാണ്? ദേ ആർ കമ്മിങ് ടുഗദർ. അതായത് ഒരു കാലഘട്ടം വരേക്കും ഉദ്യോഗസ്ഥർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ചില്ലുകൂട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന ഏതോ വലിയ ആളുകൾ എന്ന തലത്തിലേക്കാണ് നമ്മൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. അതിൽ നിന്ന് മാറിക്കൊണ്ട് ഉദ്യോഗസ്ഥർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരേണ്ട ഒരാളുകളാണ്, അതാണ് ഉദ്യോഗസ്ഥർ. അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് ഉദ്യോഗസ്ഥർ എന്ന തലത്തിലേക്ക് നമ്മൾ അവരെ കണക്കാക്കേണ്ടതില്ല, താഴ്ത്തി കാണണമെന്നല്ല. ഉദ്യോഗസ്ഥർ ഏതോ ചില്ലുകൂട്ടിലിരിക്കുന്ന ദൈവങ്ങളാണ്, ജനങ്ങളൊക്കെ താഴെയുള്ളവരാണ്, ചെയ്തു കൊടുക്കുന്ന മുഴുവൻ എന്തോ വലിയ എന്താ പറയുക ദയാവായ്പാണ് എന്ന തലം മാറിയിട്ട് ബ്യൂറോക്രസി ആൻഡ് പീപ്പിൾ സ്റ്റാർട്ടഡ് കമ്മിങ് ടുഗദർ. അപ്പോൾ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ നടക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് തന്നെ മനസ്സിലാവുകയാണ് എൻ്റെ കയ്യിൽ അധികാരമാണുള്ളത്. എൻ്റെ കയ്യിലുള്ളത് ഏതാണ്? അധികാരമാണ്. അപ്പോൾ ആ അധികാരം നമ്മൾ എന്താ പറയുക നടപ്പിൽ വരുത്താൻ ശ്രമിക്കുമ്പോൾ എനിക്ക് അഭിപ്രായങ്ങളുണ്ട് എന്ന് മനസ്സിലാവുകയാണ്. ബ്യൂറോക്രസിക്കും ഇത് മനസ്സിലാവുകയാണ്. ഞാൻ അങ്ങോട്ട് പറയുമ്പോൾ എന്താണ്, വെറുതെ അതങ്ങോട്ട് എന്ത് ചെയ്യുകയാണ്, നടപ്പിലാക്കാൻ സാധിക്കില്ല. കാരണം ജനങ്ങളുടെ കൂടി അഭിപ്രായം കണക്കിലാക്കേണ്ടതുണ്ട് എന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. മനസ്സിലാവുന്ന കൂട്ടുകാർക്ക് ഇത് ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്ത ഏതാണ്? നാഷണൽ പോളിസീസ് ബിക്കമിങ് വില്ലേജ് റിയാലിറ്റി. എന്താണ്? അതായത് പണ്ട് കാലങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാഷണൽ തലത്തിലൊരു കാര്യം തീരുമാനിക്കുന്നു അല്ലെ, അത് വില്ലേജിലേക്ക് എത്തുമോ, എത്താൻ സാധ്യതയുണ്ടോ? വളരെ ചുരുക്കം സ്ഥലങ്ങളിലേക്ക് എത്തുകയുള്ളൂ, സെലക്ടഡ് ആയിട്ട് ചില സ്ഥലങ്ങളിലേക്ക് എത്തുമായിരിക്കും. പക്ഷെ ഡീസെൻട്രലൈസേഷൻ നടക്കുന്ന സമയത്ത് കേന്ദ്ര തലത്തിലൊരു കാര്യം തീരുമാനിക്കപ്പെടുന്ന സമയത്ത് തന്നെ ഈ താഴെത്തട്ടിൽ സ്വന്തമായി അധികാരമുള്ള, സ്വന്തമായി ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും എബിലിറ്റിയും ഉള്ള ആളുകൾക്ക് ഇവിടെ ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് അപ്പം തന്നെ ഇവിടെ ഇവർക്ക് റിഫ്ലക്ട് ചെയ്യാനുള്ള എന്തുണ്ട്, കഴിവ് ഇവർക്കുണ്ട്, പഞ്ചായത്തുകൾക്ക് തന്നെ. മനസ്സിലാവുന്നുണ്ടോ? സോ ഒരു നാഷണൽ തലത്തിലുള്ള ഒരു പോളിസി ഉടനെ തന്നെ വില്ലേജ് തലത്തിലൊരു റിയാലിറ്റി ആവുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ MG നരേഗ പ്ലാൻ നമുക്കറിയാം അല്ലെ, തൊഴിലുറപ്പ് പദ്ധതി എന്ന പേരിൽ കേരളത്തിൽ നടപ്പിലാക്കുന്നു അല്ലെ. പഞ്ചായത്തുകൾ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് നടപ്പിലാക്കുന്നുണ്ട്. അതൊരു കേന്ദ്ര തലത്തിൽ നിന്നും ആവിർഭവിച്ചൊരു പദ്ധതിയായിരുന്നു. എങ്ങനെയാണ് സാധ്യമായത്? താഴെ തട്ടിലേക്ക് എന്താണ് അവർക്കത് നടപ്പിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, അതിനുള്ള അധികാരം അവർക്കുണ്ട്. അപ്പം നാഷണൽ പോളിസീസ് ആർ ബിക്കമിങ് വില്ലേജ് തലത്തിലുള്ള റിയാലിറ്റികളായിട്ട് മാറുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ കൊണ്ട് മാത്രം നടന്നൊരു കാര്യമാണ്. സോ ഇറ്റ്സ് എ സിഗ്നിഫിക്കൻറ്റ് ഔട്ട്പുട്ട് ഓഫ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ. ഇനി റെപ്രസെൻറ്റേഷനിലേക്ക് നമ്മൾ പോവുക. റെപ്രസെൻറ്റേഷനിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന തലത്തിലേക്ക് നമ്മൾ ഇതിനെ കൊണ്ടുപോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം? റെപ്രസെൻറ്റേഷൻ എന്ന തലം നോക്കുന്ന സമയത്ത് നമ്മൾ പൊളിറ്റിക്കൽ ആയിട്ടുള്ള, റിലീജിയസ് ആയിട്ടുള്ള, എത്നിക് ആയിട്ടുള്ള, ട്രൈബൽ തലത്തിലുള്ള ഈ വിധത്തിൽ എല്ലാ തലത്തിലുമുള്ള റെപ്രസെൻറ്റേഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഇതിലേക്ക് ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട്. നോക്കൂ, രാഷ്ട്രീയപരമായിട്ട് പല തലങ്ങളിൽ കിടക്കുന്ന ആളുകളുണ്ടായിരിക്കാം, എത്നിക് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഭാഷാപരമായിട്ടായിരിക്കാം, മതപരമായിട്ടായിരിക്കാം, ഇങ്ങനെ പല പല തട്ടിൽ കിടക്കുന്ന പല പല ആളുകളുണ്ടാകും അല്ലേ? അപ്പോൾ ഇങ്ങനെ പല പല തലത്തിൽ കിടക്കുന്ന ഈ ആളുകൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യേണ്ടതുണ്ട്? റെപ്രസെൻറ്റേഷൻ നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ റെപ്രസെൻറ്റേഷൻ കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? നേരത്തെ പറഞ്ഞ എല്ലാ തലങ്ങളും, ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യുക? നിങ്ങൾ ആലോചിക്കുക. അവ ഓരോന്നിലും എന്ത് ചെയ്യേണ്ടതുണ്ട്? എല്ലാ രാഷ്ട്രീയപരമായിട്ട് വ്യത്യസ്തമായ ആളുകൾക്കും, മതപരമായി വ്യത്യസ്തപ്പെട്ട ആളുകൾക്കും, എത്നിക് ആകട്ടെ, ട്രൈബൽ ആകട്ടെ, ലിംഗ്വിസ്റ്റിക് ആകട്ടെ, ഏതെല്ലാം തലത്തിലാണോ ആ തലത്തിലെല്ലാം വ്യത്യസ്തമായി നിൽക്കുന്ന ആളുകൾക്കൊക്കെ റെപ്രസെൻറ്റേഷൻ വരേണ്ടതുണ്ട്. അപ്പോൾ മാത്രമാണ് ഇത് ചെയ്യുന്നത്, രാജ്യം ഒന്നാകെ മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഇക്വിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് പറഞ്ഞില്ലേ? ഈ പറയുന്ന ആളുകൾക്കൊക്കെ ഈ 2 പോയിന്റും ഒന്നിച്ച് ചേർത്ത് വായിക്കുക നിങ്ങൾ. ഓൾ ദീസ് പീപ്പിൾ who are from heterogeneous stratas or from different political, religious or ethnic tribal groups, all these people should have a say in developmental ഡിസിഷൻ മേക്കിങ്ങിലാകട്ടെ, ഇംപ്ലിമെൻറ്റേഷൻ്റെ കാര്യങ്ങളിലാകട്ടെ, റിസോഴ്സ് അലോക്കേഷനിലാകട്ടെ, എല്ലാ തരത്തിലും ഇവരുടെ ഒരു സേ ഉണ്ടാകുന്ന സമയത്താണ് ഇക്വിറ്റി എന്ന് പറയുന്ന ഒരു തലം എന്ത് ചെയ്യുന്നത്? അവിടെ സ്വായത്തമാകുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? സോ ഈ 2 പോയിന്റും ഒന്നിച്ച് ചേർത്ത് പറയാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത നമ്പർ സിഗ്നിഫിക്കൻസ് എന്താ? ഇംപ്രൂവിങ് ദ കപ്പാസിറ്റി. ഏതൊക്കെ കപ്പാസിറ്റി? മാനേജറിയൽ ആയിരിക്കാം, ടെക്നിക്കൽ സ്കില്ലുകളായിരിക്കാം, ഇവയെല്ലാം ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കേണ്ടതുണ്ട്. ഞാൻ ചൈനയുടെ ഒരു ഉദാഹരണം പറഞ്ഞത് കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ? ഞാൻ ഈ അടുത്തൊരു വീഡിയോ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് ചൈനയിൽ ലോക്കലായിട്ട് നമ്മുടെ പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ടുള്ള, ചൈനയിൽ എന്താ അതിൻ്റെ പേരെന്നറിയില്ല, പഞ്ചായത്ത് എടുക്കുക നിങ്ങൾ. ഈ പഞ്ചായത്തുകൾ തമ്മിൽ ഭയങ്കര മത്സരമാണ്. അവിടെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമേ ഉള്ളൂ അല്ലേ? ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു അവിടുത്തെ പേരെനിക്കറിയില്ല, വാട്ട് എവർ ഇറ്റ് ഈസ്, ദ ലോക്കൽ ബോഡി ഓഫ് ചൈന. ഇവിടെ ഈ ആളുകൾക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഇവിടുത്തെ ഈ ആളുകൾ ഡിസിഷൻസ് എടുക്കേണ്ടതുണ്ട് അല്ലേ? ഈ ഡിസിഷൻസ് ഇവരെടുത്ത് ഇവിടേക്ക് ഒരു ബിസിനസ്സിനെ കൊണ്ടുവന്ന് ആ ബിസിനസ് ഇവിടെ വിജയിപ്പിച്ചെടുത്ത് ഗ്രോ ചെയ്ത് രാജ്യത്തിൻ്റെ എക്കണോമിയിലേക്ക് ഇവിടെ നിന്ന് നല്ല രീതിയിലേക്കുള്ളൊരു എമൗണ്ട് എന്ത് ചെയ്യുകയാണ്? കൊണ്ടുപോയാൽ മാത്രമേ നമുക്കിവിടെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ? നമുക്ക് ഇവിടെ ഒരു നല്ല തലത്തിലുള്ള, അതായത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി അനുസരിച്ച് ഇവിടെ വളരെ കൃത്യമായിട്ടൊരു ഗ്രോത്ത് കൊണ്ടുവന്നാലേ ഇവിടുത്തെ ലോക്കൽ തലത്തിലുള്ള പാർട്ടി തലത്തിൽ നിന്ന് ഇവിടുത്തെ നേതാവ് ആരാണോ അയാൾക്ക് അടുത്ത തലത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഈ പെർഫോമൻസ് അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? മുകളിലേക്ക് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? സോ ജനാധിപത്യം അവിടെ ഇല്ല. പക്ഷേ ഇവിടെ ഇങ്ങനെ വർക്ക് ചെയ്താൽ ഇയാൾക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോവാം, കൂടുതൽ കോൺടാക്ട്സ് കിട്ടും, അയാൾക്ക് കൂടുതൽ ആളുകൾ ഇയാളെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങും, അങ്ങനെ എന്ത് ചെയ്യും? മുകളിലേക്ക് പോകാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്? ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യുകയാണ്? അവരുടെ ടെക്നിക്കൽ സ്കില്ലുകൾ, മാനേജറൽ സ്കില്ലുകൾ, കപ്പാസിറ്റി, ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഇമ്പ്രൂവ്മെന്റ് ആണ് ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ശക്തമാക്കുന്നത്. ഇവരുടെ ഗ്രോത്തിനെ സഹായിക്കുന്നു. നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്ത് ചെയ്യാം? അവിടുത്തെ ലോക്കൽ നേതാവ് ആരാണോ ആ ആൾ ഫേമസ് ആവും, അടുത്ത ഇലക്ഷനിൽ ജയിക്കും, പിന്നെയും ഫേമസ് ആവും, അടുത്ത പഞ്ചായത്തിൽ ഫേമസ് ആവും, MLA ആയി മാറും, അങ്ങനെ പോകാനായിട്ട് സാധിക്കും. അത് ഇവിടെ അങ്ങനെ മാത്രമല്ല, പല രീതിയിൽ നടക്കുന്നുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞതാണ് കൂട്ടുകാരുടെ. മനസ്സിലാവുന്നുണ്ടോ? അടുത്തത്, ടോപ്പ് ലെവൽസ് ക്യാൻ കോൺസെൻട്രേറ്റ്. ടോപ്പ് ലെവൽസ്, ഉയർന്ന തലത്തിലുള്ള ഇടങ്ങളിൽ ദേ ക്യാൻ കോൺസെൻട്രേറ്റ് ഓൺ ഇമ്പോർട്ടൻറ്റ് പ്ലാനിങ്സ് ഓഫ് ലോങ് ടേം ഇംപ്ലിക്കേഷൻസ്. അതായത് ടോപ്പ് ലെവലിലുള്ള ആളുകളുണ്ടല്ലോ, ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കാം, സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളായിരിക്കാം, കളക്ടർ ആയിരിക്കാം, ഇവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പ്ലാനുകളും കാര്യങ്ങളും ചെയ്യാനുണ്ടാകും അല്ലെ? ലോങ് ടേം ഇംപ്ലിക്കേഷൻസ് ഉള്ള പല പദ്ധതികളും തയ്യാറാക്കണം. അതിൽ നോക്കാം, ഡേ ടു ഡേ ആയിട്ടുള്ള കാര്യങ്ങൾ, സിമ്പിൾ ആയിട്ടുള്ള എന്താ പറയുക, പഞ്ചായത്ത് റോഡ് കെട്ടുന്ന പരിപാടി, വേസ്റ്റ് കളക്ഷൻ ആയിട്ടുള്ള, അതായത് ആ തലത്തിൽ താഴെത്തട്ടുള്ള വേസ്റ്റ് കളക്ഷൻ, അതുപോലെ തന്നെ എന്താ പറയുക, സ്കൂളുകളുടെ കാര്യം അല്ലെ, ഹെൽത്ത് സെൻ്ററുകളുടെ കാര്യം, ഇതൊക്കെ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, ജില്ലാ പഞ്ചായത്തൊക്കെ തന്നെ നോക്കി നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ ടോപ്പ് ലെവലുകൾക്ക് എന്ത് ചെയ്യാം? മൊത്തത്തിൽ ഇവയൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള, വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൊണ്ടുവരാനുള്ള, സർവീസ് സെക്ടർ വർദ്ധിപ്പിക്കാനുള്ള, ഇൻഡസ്ട്രീസ് കൊണ്ടുവരാനൊക്കെയുള്ള ലോങ് ടേം ഇംപ്ലിക്കേഷൻസ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ടോപ്പ് ലെവലുകളിൽ മുകൾ തട്ടിലുള്ള ഉദ്യോഗസ്ഥർക്കും മുകൾ തട്ടിലുള്ള സർക്കാർ തലങ്ങൾക്കും സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് മുകൾ തട്ടിലുള്ള ആളുകളെ ഒന്ന് ഫ്രീ ആക്കാനുള്ളൊരു കാര്യം കൂടിയാണ്. അവർക്ക് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയി വർക്ക് ചെയ്യാനുള്ളൊരു അവസരം കൂടിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാണ്ട് ഞങ്ങളുടെ അധികാരം മുഴുവൻ താഴത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് നിലവിളിക്കുകയല്ല. ആ കാര്യങ്ങൾ താഴത്തേക്ക് പോയിട്ട് താഴെ തട്ടുള്ളവരെ അവർ ചെയ്യുന്ന സമയത്ത്
മുകൾ തട്ടിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഓൾസോ ഇറ്റ് എൻഷുവേഴ്സ് ബെറ്റർ കോർഡിനേഷൻ, അല്ലെ? താഴെ തട്ടിലുള്ള ആളുകളിലേക്ക് ഈ അഭിപ്രായങ്ങൾ എത്തുന്ന സമയത്ത് ഇത് താഴെ തട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ നടക്കും, മുകൾ തട്ടിൽ എങ്ങനെ നടക്കാൻ പറ്റും എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് എല്ലാ തലങ്ങളുടെയും കൂടി ഒരു കോർഡിനേഷൻ ഇവിടെ സാധിക്കുന്നു. ഓൾസോ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ നടക്കുന്നത് നമ്മൾ പലതവണയായിട്ട് കണ്ടു, അല്ലെ? ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെങ്ങനെയാണ് നടക്കുന്നത്, ഈ വിവരങ്ങൾ അവരിലേക്ക് എത്തുകയാണ്, ഇൻഫർമേഷൻ അവരിലേക്ക് എത്തുന്നു, സിറ്റിസൺസ് പൗരന്മാർക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ എന്ത് ചെയ്യുകയാണ്, കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് ഇത് രണ്ടും ഒന്നിച്ച് ചേർന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ എലോങ് വിത്ത് കോർഡിനേഷൻ. മനസ്സിലാവുന്നുണ്ടോ? ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അവസാനമായിട്ട് ഇറ്റ് ഓഫ് സെറ്റ്സ് ദ ഇൻഫ്ലുവൻസ് ഓഫ് എലൈറ്റ് ക്ലാസ്. അപ്പോൾ എലൈറ്റ് ക്ലാസ് അതായത് ചില ഉയർന്ന, അത് പണം കൊണ്ടായിരിക്കാം, ജാതിപരമായിരിക്കാം, മനസ്സിലാവുന്നുണ്ടോ? പല തലത്തിലായിരിക്കാം. ഏത് തലത്തിലാണോ ആ തലത്തിൽ വളരെ എലൈറ്റ് ക്ലാസ് എന്ന് വിചാരിച്ചുകൊണ്ട് ചില ആളുകൾ മാത്രം പറയുന്ന കാര്യങ്ങൾ മാത്രം നടക്കുന്ന ലോക്കൽ ബോഡികൾ ഉണ്ടാകും. ലോക്കൽ ബോഡികളിലേക്ക് കൃത്യമായ അധികാര വികേന്ദ്രീകരണം നടക്കുമ്പോൾ ഈ എലൈറ്റ് ക്ലാസ് എന്ന് പറയുന്ന ആളുകൾ എന്ത് ചെയ്യുകയാണ്, അവർ ഓഫ്സെറ്റ് ചെയ്യപ്പെടുന്നു. അവർ മാറ്റിയിട്ട് അവിടേക്ക് ജനങ്ങളുടെ തന്നെ അധികാരങ്ങൾ എന്ത് ചെയ്യുകയാണ്, കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓൾസോ ഇറ്റ് ഷോസ് എസ് എ മോർ ഫ്ലെക്സിബിൾ, ഇന്നോവേറ്റീവ് ആൻഡ് ക്രിയേറ്റീവ് അഡ്മിനിസ്ട്രേഷൻ. കാരണം എന്താണ്, വളരെ താഴെ തട്ടിലുള്ള കാര്യങ്ങൾ, അല്ലെ? ലോക്കൽ നീഡുകളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ആളുകൾ പറയുന്നത്. അപ്പോൾ വളരെ ബെറ്റർ ആയിട്ടുള്ള മോണിറ്ററിങ് അവിടെ വരികയാണ്. വളരെ കൃത്യമായിട്ടുള്ള ഇവാലുവേഷൻ, നടക്കുന്ന പദ്ധതികൾ കൃത്യമായി നടക്കുന്നുണ്ടെന്ന് ഇവാലുവേറ്റ് ചെയ്യപ്പെടുകയാണ്. അതനുസരിച്ചിട്ട് എന്ത് ചെയ്യുകയാണ്, ഈ ഇംപ്ലിമെന്റേഷൻസ് വളരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട്, ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ആസ് പെർ ദ ലോക്കൽ നീഡ്സ്, എഗെയിൻസ്റ്റ് ദ ലോക്കൽ നീഡ്സ്. അപ്പോൾ ലോക്കൽ നീഡുകൾ ഇവിടെ എന്താണ്, എഴുതി വെക്കുകയാണ്. ഇതൊക്കെയാണ് നമുക്കിവിടെ ആവശ്യം. എന്നിട്ട് എന്ത് ചെയ്യുന്നു, സർട്ടൺ ഇംപ്ലിമെന്റേഷൻസ് വരുന്നു. അപ്പോൾ ഇതിനെ എന്താണ്, എഗെയിൻസ്റ്റ് ദിസ് ലോക്കൽ നീഡ്സ് ആണ് ഇവർ നോക്കുന്നത്. ഈ ലോക്കൽ നീഡ്സ് അനുസരിച്ചാണോ ഈ പറയുന്ന സോക്കോൾഡ് പ്ലാനുകളുടെ ഇംപ്ലിമെന്റേഷൻ നടക്കുന്നത്? അത് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നു, മോണിറ്റർ ചെയ്യപ്പെടുന്നു. അതെന്തിലേക്ക് നയിക്കും, ഈ ലോക്കൽ നീഡിനായിട്ട് ഒരു ആവശ്യവുമില്ലാത്തൊരു കാര്യം നടപ്പിലാക്കിയാൽ എന്ത് ചെയ്യും, അത് വേണ്ടെന്ന് പറയും. സോ എങ്ങനെയാക്കുകയാണ്, ഫ്ലെക്സിബിൾ പ്ലാനുകളാക്കുന്നു, ഇന്നോവേറ്റീവ് ആവുന്നു, അല്ലെ? ആവശ്യമനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയാൽ മതി, ക്രിയേറ്റീവായി മാറുന്നു. മനസ്സിലാവുന്നുണ്ടോ? സോ ആസ് പെർ ദ നീഡ്സ് എന്ത് ചെയ്യുന്നു, പ്ലാനുകൾ വരുന്നു. അതെന്തിലേക്ക് നയിക്കുന്നു, ശരിയായ, അല്ലെ? എന്താണ് ശരിയായ എന്ന് ഉദ്ദേശിക്കുന്നത്? നേരത്തെ അട്ടപ്പാടി അല്ലെങ്കിൽ ആ സ്ഥലത്ത് ഉദാഹരണം എടുത്തു നോക്കൂ. ശരിയായ റിസോഴ്സ് അലോക്കേഷൻ, ശരിയായ ആവശ്യങ്ങളുടെ നടപ്പിലാക്കൽ, അപ്പോൾ ശരിയായ വികസനം. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇവയെല്ലാം നടപ്പിലാകുമ്പോൾ ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് എന്താണ്, ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ അത് നടപ്പിലാക്കുന്നു, ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നു, ഞങ്ങൾ വേണ്ടെന്ന് പറയുന്നത് നടപ്പിലാക്കുന്നില്ല. സോ പീപ്പിൾ, ജനങ്ങൾക്ക് തന്നെ എന്താണ്, ജനാധിപത്യ ബോധം വരികയാണ്. ഇതെന്തിലേക്ക് നയിക്കും, ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി രാജ്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? താഴെ തട്ടിൽ തന്നെ അധികാരം ആളുകൾക്ക് ലഭിക്കുമ്പോൾ അവർ മനസ്സിലാക്കുകയാണ്, ജനാധിപത്യം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്കിത് സാധിക്കുന്നത്, ജനാധിപത്യമാണ് ഞങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഈ പാർട്ടിസിപ്പേഷൻ നൽകുന്നത്. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി, ജനാധിപത്യപരമായിട്ടുള്ള ഈ ഭരണ സംവിധാനം നിലനിന്ന് പോവുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ആവശ്യമാണ് എന്നുകൂടി അവർ മനസ്സിലാക്കണം. ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഒരാൾ വന്ന് അയാൾ പറയുന്നത് പോലെ മാത്രമല്ല നടപ്പിലാക്കുക എന്ന് പറയുമ്പോൾ ജനങ്ങൾ തന്നെ എന്ത് ചെയ്യും, അത് ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങും. കാരണം എന്താണ്, അവര് അധികാരം എന്ത് എന്ന് അവർ തന്നെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെ? അതാണ് എന്ത് ചെയ്യുന്നത്, വലിയൊരു കാര്യം വരുന്നത്. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അപ്പോൾ കൂട്ടുകാർ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഇതായിരുന്നു നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള പ്രിൻസിപ്പിൾസ്, അതുപോലെ തന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ. ഓക്കെ അല്ലേ? ഇനി നമ്മൾ അടുത്ത ക്ലാസ് മുതൽ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ ഏത് രീതിയിലാണ്, അല്ലെങ്കിൽ പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലെയുള്ള മേഖലകളൊക്കെ പണ്ട് കാലം മുതൽ എങ്ങനെയാണ് ഇന്ത്യയിൽ വളർന്നു വന്നത് എന്ന കാര്യം നമ്മൾ ഇനി പഠിക്കുന്നതായിരിക്കും.